നമസ്തേ. അധർമ്മികളെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യായുധമായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവുമാക്കി ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും 15ഓളം അതിർത്തി നഗരങ്ങളെയും മുന്നം വെച്ച് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഉഗ്രപ്രഹരശേഷിയുള്ള മിസൈലുകളെ ചാരമാക്കിയ സുദർശനം കാത്തത് ധർമ്മസംരക്ഷണത്തിനായി ഇറങ്ങിത്തിരിച്ചൊരു മഹാരാജ്യത്തിൻ്റെ മനോവീര്യത്തെയും യശസ്സിനെയുമാണ്. പാക് ആക്രമണത്തിന് അതേ തീവ്രതയിൽ മറുപടി നൽകി ഭാരതം. ലാഹോറിലെ പാക് റഡാർ സംവിധാനം തകർത്തു. ഭാരതത്തിൻ്റെ ഹറോപ്പ് സൂയിസൈഡ് ഡ്രോണുകൾ അക്ഷരാർത്ഥത്തിൽ ലാഹോറിൻ്റെയും റാവൽപിണ്ടിയുടെയും കറാച്ചിയുടെയും ഫ്യൂസൂരി. ഭാരതം തലക്ക് വിലയിട്ട ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ അബ്ദുൾ റൌഫ് അസർ ഓപ്പറേഷൻ സിന്ദൂരിൽ ചത്ത് മലച്ചതായുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ്. ഭീകരവാദികളെ പാകിസ്ഥാൻ തീറ്റിപ്പൊറ്റുന്നു. കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതരും പങ്കെടുക്കുന്നു. ഭീകരരുടെ താവളങ്ങൾ തകർത്തതിന് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളും 15ഓളം നഗരങ്ങളും. വിറപ്പിച്ച് ഭാരതം, വിറങ്ങലിച്ച് പാകിസ്ഥാൻ. പാക് പാർലമെൻറ്റിൽ ഇന്ന് കൂട്ടക്കരച്ചിലായിരുന്നു. ഭയചകിതരായി നിലവിളിച്ചവരുടെ കൂട്ടത്തിൽ മന്ത്രിമാരുമുണ്ടായിരുന്നു. ഭാരതം ഈ ഘട്ടത്തിലും അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു, യുദ്ധത്തിന് ഇല്ല എന്ന്. പക്ഷേ പ്രകോപനങ്ങൾ തുടർന്നാൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതുപോലെ കൊണ്ടേ പോകൂ. അതിനുള്ള കെൽപ്പും കരുത്തും ഭാരതത്തിനുണ്ട്. നമുക്ക് പരിശോധിക്കാം. കരസേനാ മുൻ ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ ജേക്കബ് തരകൻ, കേണൽ എസ് ഡിന്നി, വ്യോമസേന മുൻ ഉദ്യോഗസ്ഥൻ രഘുനാഥ് നായർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസ് കുട്ടി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം ശ്രീ രാജേഷ് നാദാപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ്. രാജേഷ് ജി, ക്ഷമിക്കണം, ഇതുവരെയുള്ള ഓപ്പറേഷൻ സിന്ദൂരം, അതിൻ്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീവ്രവാദ കേന്ദ്രങ്ങളെ, ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഭാരതം ആക്രമണം അഴിച്ച് വിട്ടത്. അവിടെയുള്ള പാകിസ്ഥാനിലെ ഒരു പൗരന് പോലും പോറൽ ഏറ്റിരുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, അർദ്ധരാത്രി പ്രത്യാക്രമണം നടത്തിയത് ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ 15ഓളം അതിർത്തി നഗരങ്ങളെയും ലക്ഷ്യം വിട്ടായിരുന്നു. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി അത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി. ശ്രീ രാജേഷ് നാദാപുരം, എങ്ങനെ നോക്കിക്കാണുന്നു ഓപ്പറേഷൻ സിന്ധു? എല്ലാവർക്കും നമസ്കാരം. ഭാരത് മാതാ കി ജയ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഹരിയാനയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ല നമ്മുടെ കാശ്മീരും പാകിസ്ഥാനും. ഹരിയാനയിലാണ് ഇന്നത്തെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 5000 വർഷം മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനും ഏതൊരു ധർമ്മ യുദ്ധത്തിനു വേണ്ടിയാണോ അടരാടിയത്, 5000 വർഷങ്ങൾക്കിപ്പുറം ഭാരതമാതാവിനെ വെട്ടിമുറിച്ച് 75 വർഷം മുമ്പ് പാകിസ്ഥാൻ കൊടുത്തതിനു ശേഷം എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നായിരുന്നു ഗാന്ധിജിയും നെഹ്റുവും നമുക്ക് നൽകിയ ഉറപ്പ്. ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ലെന്ന് ജിന്ന പറഞ്ഞപ്പോ, എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെയും, ലീഗ് ഒരു ചത്തകുതിരയാണെന്നും വിഭജനം ജിന്നയുടെ ദേവാസ്വപ്നം മാത്രമാണെന്നും പറഞ്ഞ നെഹ്റുവിന്റെയും കൺമുന്നിൽ വെച്ച് ഭാരതമാതാവിന്റെ 1/4 ഭാഗം, പഞ്ചാബിന്റെ പകുതിയും ബംഗാളിന്റെ പകുതിയും വെട്ടിമുറിച്ച് 1600 കിലോമീറ്റർ നടുവിൽ ഭാരതത്തെയും വെച്ചിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാൻ നമ്മളോടെങ്ങനെ, നമ്മൾ പാകിസ്ഥാനോടെങ്ങനെ എന്ന വിഷയമാണ്. 12,000-ൽ പരം സൈനികന്മാരുടെയും 50,000-ത്തിനടുത്ത് സിവിലിയന്മാരുടെയും ഭാരതീയരുടെയും മരണത്തിന് ഉത്തരവാദിയാണ് ഈ പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ നിലക്ക് നിർത്തുവാൻ നീതിശാസ്ത്രം തന്നെയാണ് ഭാരതം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മഹാവിഷ്ണുവിന്റെ 4 കൈകൾ നോക്കുമ്പോൾ 2 കൈയിൽ ഒന്ന് ശംഖാണ്, മറ്റൊന്ന് താമരയാണ്. എന്നാൽ മറ്റു 2 കൈകളിൽ ചക്രവുമുണ്ട്, ഗദയുമുണ്ട്. സത്യവും ധർമ്മവും പറഞ്ഞാൽ മനസ്സിലാകുന്നവനുമുണ്ട്, ശക്തിയുടെ ഭാഷ മനസ്സിലാകുന്നവനുമുണ്ട്. പാകിസ്ഥാനോട് ഒരു അഹിംസാ സിദ്ധാന്തവും വിജയിക്കില്ല.
പാകിസ്ഥാനെ തിരുത്തുവാനും കഴിയില്ല. പാകിസ്ഥാനിലെ ഭീകരതയെ ഇല്ലാതാക്കുവാനേ കഴിയുള്ളൂ. അതിന് നട്ടലുള്ള നെഞ്ചുറപ്പുള്ള ഒരു ഭരണാധികാരി നമുക്ക് അല്പസമയം കാത്തിരിക്കേണ്ടി വന്നു. കാരണം അങ്ങനെ എടുത്തു പറയുന്നത് 2008 മുംബൈ ഭീകരാക്രമണത്തിൽ 200-നടുത്ത് 186ഓളം ഭാരതീയരെ കടൽ കടന്നു വന്നവൻ വെടിവെച്ച് കൊന്ന് പാകിസ്ഥാൻ അതിൽ 100% പാകിസ്ഥാനികളാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനോട് ഇനി ക്രിക്കറ്റ് കളിക്കില്ല എന്നായിരുന്നു. പക്ഷെ ഇവിടെ പഹൽഗാമിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയരുടെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നപ്പോ, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് അറിയാത്തവരെ എല്ലാം വെടിവെച്ച് കൊന്നപ്പോ അതിനൊരു പ്രതികരണവും പ്രതികാരവും വേണമെന്ന് 143 കോടി ഭാരതീയരും കാത്തിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ നമുക്ക് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നവരെ ഒഴിവാക്കാം, മനസ്സുകൊണ്ട് പാകിസ്ഥാനെ നമിക്കുന്നവരെ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ള എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുകയായിരുന്നു ശക്തമായ തിരിച്ചടി. 15 ദിവസങ്ങൾക്ക് ഇപ്പുറം 9 കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കി 100 കണക്കിന് ഭീകരന്മാരുടെ മരണം ആ മിസൈലുകൾ വിതച്ചപ്പോ സ്വാഭാവികമാണ് ഭാരതം തിരിച്ചു ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചടിക്കുവാൻ അങ്ങേയറ്റത്തെ കരുത്തോടുകൂടി എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യണമെന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരന്റെയും അഭിപ്രായമാണ്. എന്റെ വീട്ടിലെ വിളവ് തൊട്ടടുത്ത വീട്ടിലെ പശു വന്നിട്ട് തിന്നാൽ ആ പശുവിന്റെ ഉടമസ്ഥൻ എനിക്ക് പിഴ തരണം. എന്നാൽ ആ പശുവിന്റെ ഉടമസ്ഥൻ എനിക്ക് പിഴ തരേണ്ടതില്ല. എന്റെ വീട്ടിലെ വിളവ് ഞാൻ വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ. എന്നാൽ പാകിസ്ഥാൻ ഇവിടത്തേക്ക് വരുന്നത് വേലി പൊളിച്ചിട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം ഇന്ന് ശക്തമാണ്. എന്നാലും ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തി പങ്കിടുകയാണ് നമ്മൾ 4 രാജ്യങ്ങളോട്. പലപ്പോഴും ആഗ്രഹിച്ചു പോകാറുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും അതിർത്തി രാജ്യങ്ങളായി ഭാരതത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയേനെ. കാരണം നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത് ബജറ്റിൽ 40% പ്രതിരോധത്തിന് വേണ്ടി നമുക്ക് നീക്കി വെക്കേണ്ടി വരുന്നു. എത്ര ആയുധങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വരുന്നു. കാരണം അരുതുപീഡ ഒരു ഉറുമ്പിനു പോലും എന്ന് പറയുന്നവരാണ് ഭാരതീയർ. മതം പ്രചരിപ്പിക്കുവാൻ ഒരിക്കലും ഒരു രാജ്യത്തെയും ആക്രമിക്കാത്തവരാണ് ഭാരതീയർ. എന്റേത് മാത്രം ശരിയെന്ന് ഒരിടത്തും പറയാത്തവരാണ് ഭാരതീയർ. ഓൺലി എന്ന വാക്ക് നിഘണ്ടുവിൽ എവിടെയില്ലാതെ ഓൾസോ എന്ന് പറഞ്ഞവരാണ് ഭാരതീയർ. ഇസ്ലാമിനെ, ക്രിസ്ത്യാനിയെ, ജൂതനെ, പാഴ്സിയെ, മതമുള്ളവനെ ഇല്ലാത്തവനെ എല്ലാത്തിനെയും സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഭാരത മാതാവിനെ 1947 വെട്ടി മുറിച്ച് പാകിസ്ഥാൻ കൊണ്ടുപോയിട്ടും ഒരു രാത്രി സ്വൈരമായിട്ട് ഉറങ്ങുവാൻ കാശ്മീരികളെയും ഭാരതത്തിലെ സൈനികരെയും സമ്മതിക്കാത്ത ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിന്റെ മറുപടിയാണ് ഇന്ന് ഭാരതം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തിനൊപ്പം, സർവോപരി നമ്മുടെ ഭരണാധികാരിക്കൊപ്പം സൈന്യം എന്നും ശക്തമാണ്. സൈന്യം 1947, 1965, 1971, 1999 4 യുദ്ധങ്ങൾ നമ്മൾ പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട്. 62 ചൈനയുമായിട്ട് നമ്മൾ പോരാടിയിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം അനായാസേന പാകിസ്ഥാനെ തോൽപ്പിക്കുവാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2000-ന് ശേഷം നടന്ന സംഭവങ്ങളിൽ 2008 നടന്ന കൊടും ഭീകരമായ മുംബൈയിലെ ആക്രമണത്തിനൊന്നും പ്രതികരിക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ രാജ്യം ഭരിക്കുന്നവർ തയ്യാറായില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വളർന്ന് പന്തലിച്ച ആ മതഭീകരവാദികളെ നിലക്ക് നിർത്തുവാൻ ഇന്ന് ഭാരതത്തിന് കഴിയും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നാം ഒറ്റക്കെട്ടാണ്, ഭാരതം ഒറ്റക്കെട്ടാണ്. 143 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ സൈന്യത്തിനും ഒപ്പം അണിനിരക്കുന്ന ഈ വേളയിൽ അതിശക്തമായ പ്രതികരണവും അതിശക്തമായ രീതിയിലുള്ള നടപടികളും ഭാരതം മുന്നോട്ട് പോകുന്നു. സന്തോഷം. ഓക്കെ, കേണൽ ഡിന്നി, ഇന്ന് വാർത്താസമ്മേളനത്തിൽ കേണൽ സോണിയ ഖുറേഷിയും അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കോമ്പാറ്റ് യൂണിഫോമിലാണ് എത്തിയത്. ഇത് യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണോ, സൂചനയാണോ, എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കേണൽ സോഫിയ ഖുറേഷി ഇട്ട യൂണിഫോമും അതുപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇട്ട യൂണിഫോം അതൊരു സിമ്പിൾ അതൊരു ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, അതൊരു ഓൺഗോയിങ് ഓപ്പറേഷൻ ആണ്. അതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഫേസ് 1 മാത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പൊ ഇത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ബ്രീഫിംഗിലും പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ ബ്രീഫിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചേക്കുന്നത് എന്താ വെച്ചാണ്, ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, ഇനി അത് തീർന്നു. അങ്ങനല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു ഫേസ് മാത്രമാണ് ഇന്നലെ നടന്നത്.
അതിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് രാവിലത്തെ ഓപ്പറേഷൻ പറയാം. അത് കാരണം പാകിസ്ഥാൻ അവരുടെ എന്താ പറഞ്ഞ അവർക്ക് ഒരു ബുദ്ധി ഉപയോഗിക്കാതെ ചെയ്യുന്ന ഓപ്പറേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. അതായത് 15 ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവരവരുടെ മിസൈലും ഡ്രോൺ സിസ്റ്റവും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മുടെ S-400 സുദർശൻ ചക്രയും മറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് UAV-യുടെ ഒക്കെ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഡ്രോൺസിന്റെ ഒക്കെ ആന്റി ഡ്രോൺസിന്റെ ഒക്കെ US ആ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരൊറ്റ എണ്ണത്തിന് പോലും നമ്മളെ ഒരു ടാർഗറ്റിനും ഒരു പരിക്കും പറ്റാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് ഭാരതം തിരിച്ച് പാകിസ്ഥാനെ സ്ട്രൈക്ക് ചെയ്തു. അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം HQ-9 എന്ന് പറയുന്ന ഒരു ചൈനീസ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കി. അപ്പം പാകിസ്ഥാൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇന്നും അവർ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പൊ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്, അതായത് പാകിസ്ഥാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പഠിച്ചില്ലെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് തന്നെ പല ഭാഗങ്ങൾ പല ഭാവത്തിൽ കിട്ടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാനൊക്കെ അതിന് ആ കാര്യത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിന്റെ പല ഭാവത്തിന്റെ ഒരു ഭാവമാണ് ഇന്ന് എയർ ഡിഫൻസ് സിസ്റ്റം എടുത്തത്. ഇന്ന് രാത്രി പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് ഓപ്പറേഷൻ സിന്ധുവിന്റെ വേറൊരു രൂപത്തിൽ കിട്ടും. അപ്പം ഇവര് വിചാരിച്ചേക്കുന്നത് വെച്ചാൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്ക് അറിയാത്ത കാര്യം, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ട് അറിയില്ല എന്ന് നടിക്കുന്ന കാര്യം, ഇന്ന് ഭാരതത്തിന്റെ സൈന്യം വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്ത് ഇരിക്കുകയാണ്. അതായത് നമ്മൾ ഓപ്പറേഷണൽ ബാലൻസ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവരുടെ മൂവ്. അപ്പൊ ഇന്നത്തെ പ്രസ് മീറ്റിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല, നമ്മളൊരു എന്താ പറയുക ഇതിനെ വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല. അവരെന്താണോ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. നമുക്ക് ഒരു ഭീകരവാദി അറ്റാക്ക് ഭാരതത്തിൽ നടന്നു, അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഭീകരവാദി ടാർഗറ്റ്സ് നമ്മൾ ചെയ്തു. അവിടെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തില്ല, മിലിറ്ററിയെ ടാർഗറ്റ് ചെയ്തില്ല. നിങ്ങൾ ഇന്ന് ഞങ്ങളെ മിലിറ്ററി ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ തിരിച്ച് നിങ്ങളെ ഒരു മിലിറ്ററി ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ന്യൂട്രലൈസ് ചെയ്തു. ഇനി ഞങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് വീണ്ടും പറഞ്ഞു. അത് പറഞ്ഞിട്ട് വീണ്ടും കേട്ടില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് നാളെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും വേറെ ഡിഫറെന്റ് ടാർഗറ്റ് ആയിരിക്കും. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ യുക്തി അല്ലെങ്കിൽ അവർ ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്നത്. അവർ സ്ട്രാറ്റജിക് ബ്ലണ്ടേഴ്സ് ആണ് അവരുടെ ഹിസ്റ്ററിയിൽ മൊത്തം ചെയ്തിട്ടുള്ളത്. അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത രീതിയിലാണ് അവർ പോകുന്നത്. അപ്പം എഗെയിൻ അതേ ഒരു പാതയിലാണോ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിൽ, ഒരു സാമ്പത്തികമായിട്ട് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് പോകാൻ സാധിക്കുക? അപ്പൊ അതൊക്കെ ആലോചിക്കാതാണ് അവരെടുത്ത് ചാടി ഇങ്ങനത്തെയൊക്കെ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു സമയം തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ലാഹോറിലും റാവൽപിണ്ടിയിലും അതുപോലെ കറാച്ചിയിലും ഒക്കെ നല്ല കാഷ്വാലിറ്റീസ് ഉണ്ടായി കാണുമല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് ഈവൻ നമ്മുടെ ഇന്നലത്തെ ഓപ്പറേഷനിൽ തന്നെ 100ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായെന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. 10-30ഓളം അവർ കൺഫേം ചെയ്തു. പക്ഷെ അതല്ലാതെയും ധാരാളം പേര് ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. അപ്പൊ ഇപ്പം ഇന്ന് രാവിലെ ചെയ്ത അറ്റാക്കിലും തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് ഡെഫിനറ്റ്ലി കാണും. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിൽ തന്നെ അതിനെ മാൻ ചെയ്യുന്ന ക്രൂ ഉണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ അതൊരു ഒരു സിവിലിയൻ ഏരിയയുടെ അടുത്തൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റത്തില്ല, ഇപ്പൊ കൊലാട്രൽ ഡാമേജ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കാം. ഡെഫിനറ്റ്ലി കാഷ്വാലിറ്റീസ് ഉണ്ടാവും, അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, ഈ മസൂദ് അസറിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടല്ലോ അല്ലേ? ഇന്ത്യ തലക്ക് ഇനാം പറഞ്ഞ ഒരു ഭീകരൻ ആണ്. അപ്പോൾ അദ്ദേഹവും ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ ആദ്യ ഫേസിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വന്നത്. ഇത് ഒരുപക്ഷെ ഈ തീവ്രവാദികളെ, ഭീകരവാദികളെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ടാവില്ലേ? മാത്രമല്ല ഇന്നിപ്പം അൽ-ഖ്വയ്ദ ഭാരതത്തിനെതിരെ ജിഹാദ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ തീവ്രവാദികളെല്ലാം സംഘടിക്കുന്നു, ആഗോള തീവ്രവാദികൾ, ഭീകരവാദികളൊക്കെ സംഘടിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം എല്ലാ പിന്തുണയും അവർക്ക് നൽകുന്നു. മാത്രമല്ല തുർക്കി കൈകോർക്കുകയാണ്, പാകിസ്ഥാനുമായി കൈകോർക്കുന്നു. ചൈനയുടെ പരോക്ഷമായിട്ടുള്ള സഹായം ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒത്തുപിടിച്ചാൽ തകർക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഭാരതത്തെ?
ശ്രീ അനിൽ, അതിന് പറയാനുള്ള ഉത്തരം നമ്മളെ കശ്മീരിൽ ഒരു കോർ കമാൻഡർ ഇപ്പൊ അടുത്തുണ്ട്, ജനറൽ ഡില്ലൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജനറൽ ടൈനി ഡില്ലൻ നമ്മൾ അറിയുമായിരിക്കും ചിലപ്പോൾ ശ്രീ അനിലിന്. അതെ. അദ്ദേഹം കോർ കമാൻഡർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു ടെററിസ്റ്റ്, ഗാസി എന്നായിരുന്നു ആ ടെററിസ്റ്റിന്റെ പേര്. വലിയ ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രൊപ്പഗാൻഡ അങ്ങനെയൊക്കെ നടത്തിയാണ്. അപ്പൊ ആ ഗാസി കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അപ്പം ജനറൽ ഡില്ലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കിത്തനെ ഗാസി ആയ കിത്തനെ ഗാസി ഗയെ, അത് എത്ര ഗാസി വന്നു എത്ര ഗാസി പോയി. അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എത്രയോ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന് തന്നെ നിൽക്കുകയാണ്. നമ്മളെ സംസ്കാരം തന്നെ തകർക്കാൻ വേണ്ടി എത്രയോ സെഞ്ചുറീസ് ആയിട്ട് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പം അൽ ഖായ്ദ തന്നെ ഇന്നിപ്പോ ഒരു പ്രസക്തി ഇല്ലാത്ത രീതിയിലാണ്. അപ്പൊ അവരവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ള പറയുന്നത് അത് അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അൽ ഖായ്ദ അല്ല, ഇനി ആര് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസവും പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല അവർ ആക്ച്വലി ഇങ്ങനെ പറയുന്നത്. പണ്ടും ഇപ്പൊ ISIS-ന്റെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അവര് ഇന്ത്യയെ പിടിച്ചടക്കും, ഇവിടെ ഇന്ത്യയുടെ ഭരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. അതെന്തെങ്കിലും നടന്നു ഇല്ല. അപ്പം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ കേട്ടു, നമ്മളതെല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് പാകിസ്ഥാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ശ്രീ അനിൽ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, അതായത് ഈ ടോപ്പ് ലീഡർഷിപ്പ് ജയ്ഷെ മുഹമ്മദിന്റെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു സൈക്കോളജിക്കലി സെറ്റ് ബാക്ക് വരും. പ്രത്യേകിച്ച് ബാവൽപൂരിൽ നടന്ന അറ്റാക്ക്. ബാവൽപൂർ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഉള്ളിലാണ്. ഒരു കാരണവശാലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാണത്തില്ല അവിടെ അവർ അറ്റാക്ക് ചെയ്യും. അപ്പം അവിടെയും അറ്റാക്ക് ചെയ്യാമെങ്കിൽ ഇനി ഈ പാകിസ്ഥാന്റെ ഏത് കോർണറിൽ പോയിരുന്നാലും നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു തോന്നൽ കാണും. അപ്പം ഒരു സ്വന്തം ജീവൻ പോകുമ്പം അല്ലെങ്കിൽ സ്വന്തം അവരുടെ അടുപ്പമുള്ളവർ മരിക്കുമ്പോൾ ആ ഒരു വേദന ഇപ്പം അവിടുത്തെ ലീഡർഷിപ്പിനും അറിയാം. അത് അസർ മസൂദ് ആയാലും ശരി, മറ്റുള്ള ഭീകരവാദികളായാലും ശരി, അവർക്കും അവരുടെ സ്വന്തം അനിയനും അനിയത്തിയും അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയാം. അല്ലെങ്കിൽ അവരെ ആളുകളെ തള്ളിവിടെയാണ്. അവരുടെ കുടുംബം എല്ലാം വളരെ നല്ല രീതിയിൽ കഴിയുമ്പോൾ അവർ ഈ സാധാരണക്കാരെ തള്ളിവിട്ട് സാധാരണക്കാരെ കൊല്ലുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇനി ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇപ്പം ഇസ്രയേലും ഹമാസ് യുദ്ധത്തിലും അല്ലെങ്കിൽ ഹിസ്ബുള്ള യുദ്ധത്തിലും നമ്മൾ കണ്ടതാണ്. ഈ തലയെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു നമുക്കൊരു ഒരു പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ താഴെ ലെവലിലുള്ള ടെററിസ്റ്റിനെ കിട്ടാൻ ഒരു പാടുമില്ല പാകിസ്ഥാനിൽ. കാരണം അവിടെ തൊഴിലില്ലായ്മ ധാരാളം ഉണ്ട്. അവിടെ വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആളുകളാണ്. ഇപ്പൊ പഠിപ്പും അങ്ങനത്തെ കോളേജിലും സ്കൂളിലും ഒന്നും പോകാത്ത ആളുകളാണ്. അപ്പൊ അവരെ ഒരു തോക്ക് പിടിപ്പിച്ച് ഒരു 10 ദിവസം ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു ഭീകരവാദിയാവും. പക്ഷെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ ISIയും കുറച്ചൊക്കെ ബുദ്ധിയും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ആളുകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പരിഹാരം ഒരു പരിധി വരെ കാണാൻ പറ്റും. പക്ഷെ വീണ്ടും പാകിസ്ഥാൻ സൈന്യം അതിനെ ഇടപെട്ട് അതിനു വേണ്ടിയുള്ള റെക്ടിഫിക്കേഷൻ ചെയ്യുമായിരിക്കും. പക്ഷെ ബാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ക്യാമ്പിലെ അറ്റാക്ക് എന്നെ സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാനിലെ ഉള്ള ഭീകരവാദി സംഘടനകൾക്കുള്ള അത് ഏറ്റവും വലിയൊരു മെസ്സേജ് ആ ഒരു അറ്റാക്ക് തന്നെയാണ്. അല്ല, ആരൊക്കെ ചത്ത് മലച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരുന്നല്ലേ ഉള്ളൂ. കാരണം ഇന്നാണല്ലോ അറിയാൻ പറ്റിയത് ഈ മസൂദ് അസറിൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇതിലും ഉഗ്രവീര്യമുള്ള അണലികളും മൂർഖമ്പാമ്പുകളും ഒക്കെ ചത്തവരുടെ കൂട്ടത്തിലുണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ കന്ദഹാർ ഹൈജാക്കിലുള്ള അബ്ദുൾ റൌഫ് ആ ഭീകരവാദി ഇല്ലാതായി. അപ്പൊ അങ്ങനെ ഇവര് ഇപ്പൊ പലതും പുറത്ത് പറയത്തില്ലല്ലോ. അപ്പൊ പുറത്ത് പറഞ്ഞാലല്ലേ ഈ ഇതൊക്കെ അറിയും. ഇത് പുറത്ത് പതുക്കെ മാത്രമേ വരുത്തുള്ളൂ. കാരണം നമുക്ക് കിട്ടിയ ഇന്റലിജൻസ് വളരെ സ്പെസിഫിക് ആയിരുന്നു. ആ ഇന്റലിജൻസിന്റെ ബേസിലാണ് നമ്മൾ അതിനെ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല. മിനിമം 100 ഭീകരവാദികളെ എങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് വരുന്ന എല്ലാ റിപ്പോർട്ട്സും. പക്ഷെ അതിനകത്ത് തന്നെ ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ഭീകരവാദി കമാൻഡേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഒരു തടയൽ, ഒരു ഡിറ്ററൻസ് തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശ്രീ രഘുനാഥ്, നേരത്തെ കേണൽ ഡിന്നി ചൂണ്ടിക്കാണിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഈസ് സ്റ്റിൽ ഓൺ അല്ലേ? ആ ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ചില സൈനികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. അതിനെ ഛിന്ന ഭിന്നമാക്കാൻ, അതിനെ നിഷ്പ്രഭമാക്കാൻ ഭാരതത്തിൻ്റെ സേനയ്ക്ക്
സാധിച്ചു. ഇനി എന്തായിരിക്കും അടുത്ത നടപടി? പാകിസ്ഥാൻ ഇനി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? കാരണം പാകിസ്ഥാൻ്റെ ബ്രെയിൻ ലാഹോറിന് വലിയ ക്ഷതം ഏറ്റിട്ടുണ്ട്. അതുപോലെ കറാച്ചി, റാവൽപിണ്ടി ഇവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാഷ്വാലിറ്റീസ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകും. അത് ഏത് തലത്തിൽ ഉള്ളതായിരിക്കും? അത് പാകിസ്ഥാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ ധാരണ എന്താണെന്ന് ഞാനൊന്ന് പങ്കുവയ്ക്കാം. നമ്മുടെ ഇപ്പോൾ ഒരു ബാത്റൂമിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ അത് എവിടെ നിന്നാണ് ആ സ്മെല്ല് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് സിങ്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പിന്നെ വാഷ് ബേസിൻ്റെ അടിയിലോ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വിടുക, ആ സ്മെല്ലങ്ങ് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫ്യൂം അടിക്കുക. പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ പെർഫ്യൂം നിലനിൽക്കുന്നിടത്തോളം കാലം ആ സ്മെല്ല് നമ്മൾ അറിയില്ല. നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറി അറ്റാക്കിനെ നമ്മൾ അവഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ തീവ്രവാദികളെ കൊന്നു. ബാലക്കോട്ട് നമ്മൾ ഒരു 300ഓളം തീവ്രവാദികളെ കൊന്നു. പക്ഷെ പാകിസ്ഥാനിൽ 24 കോടി ജനമുണ്ടെന്നുണ്ടെങ്കിൽ 24 കോടി ജനങ്ങളും തീവ്രവാദികളാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. അപ്പൊ ഈ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഈ മസൂദ് അസറിനെയും അയാളുടെ ഫാമിലിയിലുള്ളവരെ അതുപോലെയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാലും മറ്റൊരു നേതാവ്, മറ്റൊരു തീവ്രവാദി അവിടെ നിന്ന് ഉദിച്ചു വരികയാണ്. ഇവർക്ക് തീവ്രവാദികളെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞ പോലെ ഇവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും വലുതായിട്ടില്ല. അപ്പൊ ഇവർ എങ്ങനെ വേണമെങ്കിൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാം. ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് വീരമൃത്യു വരിക്കുക, അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷഹീദാകുക. ഇതാണ് അവരുടെ ഉദ്ദേശം. കാരണം സ്വർഗത്തിൽ പോയാൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അല്ലെ അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടുത്തെ മിലിറ്ററിയും ISIയും കൂടെയാണ്. ഈ തീവ്രവാദം ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ തീവ്രവാദികളെ മുഴുവൻ വൈപ്പ് ഓഫ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഈ ISIയും മിലിറ്ററിയും വൈപ്പ് ഓഫ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പെർഫ്യൂം അടിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുമോന്നില്ല. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ട് പോകും. അതൊരു ഫാക്റ്റാണ്. 10-11 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു സാമ്പത്തികമായിട്ട്? ഒരു റഫാൽ വിമാനം വാങ്ങാനുള്ള കാശില്ല എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണി 2014 ഫെബ്രുവരി 20-നോ 22-നോ ആണ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത്. അവിടുന്ന് നമ്മൾ ഈ 10-11 വർഷം കൊണ്ട് ഇവിടെ വരെ എത്തിയില്ലേ? പിന്നെ നമ്മൾ ഒരു 10 കൊല്ലം പുറകോട്ട് പോയാലും അത് റിക്കവർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരെ പലരും പറയും ഒരു വാർമോങ്കർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുക? ഒന്നിൽ കരിച്ചു കളയണം, അല്ലെങ്കിൽ മുറിച്ച് കളയണം. ഇതല്ല അതിന്റെ സൊല്യൂഷൻ. ഇനി പാകിസ്ഥാന്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളത് ഇന്ന് നമ്മൾ കണ്ടു. പാകിസ്ഥാന്റെ പാർലമെന്റിലൊക്കെ അവർ വാവിട്ട് കരയുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. പക്ഷെ ഒരു സാധാരണ പാകിസ്ഥാനിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഇപ്പോഴും അവര് ഇന്നലെ വലിയൊരു പ്രൊപ്പഗണ്ടയായിരുന്നു അവർ അടിച്ചിറക്കിയത്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, 3 റഫാൽ വിമാനങ്ങളും ഒരു MiG-29 വിമാനവും മറ്റൊരു സുഖോയ് 30 വിമാനവും അവരടിച്ചിട്ടു. അതിനെക്കുറിച്ച് നമ്മുടെ ആളുകളും ഒരുപാട് പേര് അതിനെ ഏറ്റുപിടിക്കുന്നതോ ആഘോഷിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാനിടയായി. പാകിസ്ഥാനികൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, സാധാരണ ജനങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാകിസ്ഥാൻ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നു, ഇന്ത്യ ഇവിടെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവരുടെ പ്രൊപ്പഗണ്ടയുടെ ഒരു. അല്ല, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി CNN-ന്റെ ലേഖിക അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇവിടെ ഭാരതത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ നിങ്ങൾ പരിശോധിക്കുന്നതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അല്ല, ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലിരുന്ന് ഇവർക്കൊക്കെ ഊർജം പകർന്നു കൊടുക്കുന്ന പലരും ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈ പാകിസ്ഥാനിലെ CNN-ന്റെ എഡിറ്റർ പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നത്, നിങ്ങൾ 5 ഇന്ത്യൻ എയർക്രാഫ്റ്റ് നശിപ്പിച്ചു എന്ന് പറയുന്നു, അതിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത വായിക്ക് പറഞ്ഞത് സോഷ്യൽ മീഡിയ മുഴുവൻ ഉണ്ടല്ലോ. അതിനുശേഷം അദ്ദേഹം പറയുകയാണത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ക്ലൂ ഇല്ല. റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് ഇത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ജമ്മു കാശ്മീരിൽ റഫാൽ വിമാനം വീണു എന്ന് പറഞ്ഞിട്ട് റോയിറ്റേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ റോയിറ്റേഴ്സിന്റെ, അപ്പൊ എനിക്കൊരു കൗതുകം ഉണ്ടായിട്ട് ഞാൻ രാവിലെ റോയിറ്റേഴ്സിന്റെ സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അവിടെ കാണിക്കുന്നത് ഒരു ഡ്രോപ്പ് ടാങ്ക് വീണ് കിടപ്പുണ്ട്. അപ്പൊ ഒരു
വിമാനത്തിന്റെ ഡ്രോപ്പ് ടാങ്ക്, പ്രത്യേകിച്ച് നമ്മൾ യുദ്ധഭൂമുഖത്തിൽ നമ്മൾ ഒരിക്കലും പാകിസ്ഥാന്റെ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യയുടെ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിച്ച അതേ സ്ട്രാറ്റജിക്കലി ബ്രില്യന്റ് ഓപ്പറേഷനാണ് ഇതുവരെ എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഒരു ഡ്രോപ്പ് ടാങ്ക് വിമാനത്തിൽ നിന്നും ഉപേക്ഷിക്കുന്നത് 3 സാഹചര്യത്തിലാണ്. കാരണം ഇതിന്റെ വിങ്ങിന്റെ താഴെയുള്ള ഹാർഡ് പോയിന്റ് എന്ന് പറയും, അവിടെയാണ് ഈ ഡ്രോപ്പ് ടാങ്കുകളായാലും ബോംബായാലും മിസൈൽ ആയാലും റോക്കറ്റ് ആയാലും ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഏറ്റവും ഔട്ടറിലുള്ള 2 സ്റ്റേഷൻസിലായിരിക്കും ഡ്രോപ്പ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നത്. ഡ്രോപ്പ് ടാങ്ക് അതിനകത്ത് എക്സ്ട്രാ ഫ്യൂവൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വിമാനം പറക്കുമ്പോൾ ആദ്യം കൺസ്യൂം ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ടാങ്കിലെ ഫ്യൂവലാണ്. അപ്പൊ ഈ ഡ്രോപ്പ് ടാങ്ക് ഫ്രീ ആയി. ഇനി ഒരു ഓപ്പറേഷനിൽ ഒരു പക്ഷേ ഈ വിമാനം ചേസ് ചെയ്യപ്പെടുകയാണ്, പെട്ടെന്ന് അതിനെ ആക്സലറേറ്റ് ചെയ്യണം, പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ട് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് ഇതിന്റെ വെയിറ്റ് കുറയ്ക്കണം. ഒരു ഡ്രോപ്പ് ടാങ്ക് ഉണ്ടെങ്കിൽ അത് കുറെ ഡ്രാഗ് എയർക്രാഫ്റ്റിന്റെ മേളിൽ ചെലുത്തും. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോപ്പ് ടാങ്കിനെ ജെറ്റിസൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതേപോലെയുള്ള സംവിധാനമാണ് മിസൈൽ ഫയർ ചെയ്യാനും ബോംബ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ. ഒരു ബട്ടൺ അങ്ങോട്ടേക്കോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഡ്രോപ്പ് ടാങ്ക് വീഴാം. ഒരു പക്ഷേ ഒരു പൈലറ്റ് ആയിക്കൂടാന്നില്ല. അതല്ലെങ്കിൽ വേറെ 2 സാധ്യതയുള്ളത്, ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പെട്ടെന്ന് വിമാനത്തിന് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ടാങ്ക് ഡ്രോപ്പ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ പുറകിൽ മിസൈൽ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ മിസൈൽ ഒരു റഡാർ ഹോമിംഗ് മിസൈൽ ആണെങ്കിൽ, അതായത് ഇതിന്റെ മെറ്റലിനെ ഡിറ്റക്ട് ചെയ്തിട്ട് റഡാർ വേവ്സിനെ ഡിറ്റക്ട് ചെയ്ത് ഇതിന്റെ പിന്നാലെ വരുന്ന മിസൈൽ ആണെങ്കിൽ ആ മിസൈലിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രോപ്പ് ടാങ്ക്സിനെ ജെറ്റിസൺ ചെയ്തിട്ട് അപ്പോൾ മിസൈൽ അതിന്റെ പുറകെ പൊക്കോളും, വിമാനത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ പല സമയത്തും ഇത് നമ്മൾ ജെറ്റിസൺ ചെയ്യുന്നുണ്ട്. ഈ വീണ് കിടക്കുന്ന പടം കണ്ടാൽ ഒരു സാമാന്യ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു ഹോളോ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത്. ഒരു വിമാനം എന്തായാലും കംപ്ലീറ്റ്ലി ഹോളോ അല്ലല്ലോ. അപ്പൊ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു, റോയിറ്റേഴ്സ് മനഃപൂർവ്വം ചെയ്യുന്നത്, കാരണം ഈ പാകിസ്ഥാനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഓപ്പറേഷൻ ആണത്, സംശയമൊന്നുമില്ല. യുദ്ധസമയത്താണ് ഏറ്റവും കൂടുതൽ നുണകൾ പടച്ചു വിടുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരും പാകിസ്ഥാനികളിലും അവിടുത്തെ പാവം പ്രതിരോധ മന്ത്രി പോലും ഇത് ഏറ്റെടുക്കേണ്ടെന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പക്ഷെ എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ഇതെല്ലാം ഫെയർ ആണ്. ഇറ്റ് ഹാപ്പൻസ്. അതെ. മേജർ ജനറൽ ജേക്കബ് തരകൻ, പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്നും പാകിസ്ഥാന് കൈകഴുകാനാവില്ലെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അതേ ചില കാര്യങ്ങൾ ഉദാഹരിച്ച് TRFനെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു, കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിലെ ഉന്നതർ പങ്കെടുക്കുന്നു. ഇതൊക്കെ തെളിവുകളാണ്. ഭീകരവാദത്തിന് അവർ മതത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കുന്നു. ഭാരതത്തിൻ്റെ ഇന്നത്തെ സൈനിക ഇടപെടലിൽ താങ്കളുടെ നിരീക്ഷണങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയട്ടെ. കാര്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിനൊരു സ്പെഷ്യാലിറ്റി ഞാൻ കാണുന്നുണ്ട്. ആദ്യമേ ഇത് ആദ്യമായിട്ടാണ് നാം ഈ കഴിഞ്ഞ ഓപ്പറേഷൻസ് വെച്ച് നോക്കുമ്പോൾ ശകലം കൂടെ ഡീപ്പറായിട്ടും മെയിൻ ലാൻഡിലേക്ക്, അതായത് പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ 2-3 എൻ്റെ അനുമാനമാണ്. ഒന്ന്, ആദ്യമായിട്ടാണ് നാം ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ സ്റ്റേറ്റ് ആക്ടേഴ്സായിട്ട് നമ്മൾ സ്വയം കണക്ക് കൂട്ടുന്നത്. പണ്ട് പാകിസ്ഥാൻ പറയും ഇത് ഞങ്ങളുടെ ആരുമല്ലായിരുന്നു, നോൺ സ്റ്റേറ്റ് ആക്ടറാണെന്ന്. ഇപ്പോൾ നോൺ സ്റ്റേറ്റ് ആക്ടറും സ്റ്റേറ്റ് ആക്ടറും സ്റ്റേറ്റും മിലിറ്ററിയും തമ്മിൽ ഇന്ത്യ ഒരു അന്തരവും കാണുന്നില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ ആണ് ഡിഡക്ഷൻ ഈ ഓപ്പറേഷനിലൂടെ. 1. 2, അവരുടെ ബ്ലഫ്, അതായത് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങളെ പേടിക്കണം എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് വരുന്ന ഒരു പേടിയും ഇല്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സെക്കൻഡ് ഇതാണ്. 3rd, റെപ്രിക്കഷൻസിനെ നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ അതിനെ തടുക്കും, അതുകൊണ്ട് മിലിറ്ററി ആക്ഷൻ എഗൻസ്റ്റ് നോൺ സ്റ്റേറ്റ് ആക്ഷൻ ബൈ ദ പാകിസ്ഥാനി സ്റ്റേറ്റ്, അതായത് പാകിസ്ഥാനി സ്റ്റേറ്റിൽ നിന്നും നോൺ സ്റ്റേറ്റ്, അതായത് ടെററിസത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടായാൽ അത് ആക്ട് ഓഫ് വാർ എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ എൻ്റെ ഡിഡക്ഷൻ. 4മതായിട്ട് ട്രിപ്പ് ഫയർ, അതായത് നമ്മൾ പോകുമ്പം ഫ്ലെയർ ചെയ്യുമ്പം എന്തെങ്കിലും വയറ് തട്ടി ട്രാപ്പ് വീഴുന്ന പോലെ ഇനി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ ഞങ്ങളുടെ ട്രിപ്പ് വയർ റെസ്പോൺസായിട്ട് കണക്ക് കൂട്ടി ഞങ്ങൾ നിങ്ങൾക്ക്
മറുപടി തരും എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 4-5 പാഠങ്ങൾ നാം പഠിക്കുന്നത്. ഒരു കാര്യം കൂടെ, നമ്മളുടെ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസത്തെ നമ്മളുടെ നടപടി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ വക്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾ പകരം ചെയ്തു, ഇതുകൊണ്ട് നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ ഇനി എസ്കലേറ്റ് ചെയ്യത്തില്ല. അതായത് പാകിസ്ഥാന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് ഇനി മിണ്ടാതിരുന്നാൽ ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഡാം ഇഫ് ദ ഡു, ഡാംഡ് ഇഫ് ദ ഡോണ്ട് ഡു. അതായത് ചെയ്താലും അവർ ശപിക്കപ്പെട്ടു, ചെയ്തില്ലെങ്കിലും ശപിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ചെയ്യാതിരിക്കാനൊക്കത്തില്ല. കാര്യം അവർക്ക് അവരുടെ രാജ്യത്തെ പൗരന്മാരുടെ മുമ്പിൽ അവിടുത്തെ സേനയ്ക്ക് നിലനിൽപ്പിനും റെലവൻസിനും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. പക്ഷേ നമ്മളൊക്കെ നേരത്തെ വിചാരിച്ചത് അവർ എന്തെങ്കിലും ഒരു ഫേസ് സേവിങ് ആയിട്ട് വല്ലതും ചെയ്യും എന്നിട്ട് നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മിക്കവാറും പേരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ മുനീറിൻ്റെ ഒരു ആരോ പറഞ്ഞൊരു ഫെനറ്റിക് തോട്ടാണ്, പുള്ളിക്കാരൻ എന്തെങ്കിലും ആകണം, എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ടാണ് ശക്തമായ മറുപടി തരും എന്ന് ഒരു ഭാഗം പറഞ്ഞപ്പോഴും അവർ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താമെന്ന്. പക്ഷെ 6 മണിക്കൂറിനകം അദ്ദേഹവും അത് തിരുത്തി പറഞ്ഞു. വൈകുന്നേരം അവർ നമ്മളുടെ മിലിറ്ററി ഇൻസ്റ്റലേഷനെതിരെ അവർ ആക്രമിച്ചു. നമ്മളുടെ കഴിവ്, നമ്മളുടെ സേനയുടെ പ്രിപ്പയർനെസ് കാരണം അവരുടെ ഒരു അറ്റാക്ക് പോലും സഫലമായില്ല എന്നാണ് ന്യൂസ് നാം അറിയുന്നത്, എന്നാണ് നാം വിശ്വസിക്കുന്നത്. കാര്യം നമ്മളുടെ ആൻറ്റി എയർ, നമ്മളുടെ ഡിഫൻസ് വാസ് വെരി സ്ട്രോങ്. പക്ഷേ അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ HQ-9 പാപ്പ ചൈനീസിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളുടെ ഫസ്റ്റ് അറ്റാക്കിലും നിർവീര്യമായിരുന്നു. അതിന് ഒരു ഗുണവും കണ്ടില്ല. ഇന്ന് അവരുടെ സിസ്റ്റം തന്നെ നമ്മൾ തകർത്തു എന്ന് പറയുമ്പോൾ ചൈനീസിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം നിഷ്ഫലമായി എന്നുള്ളത് ചൈനയ്ക്കും മനസ്സിലായി, പാകിസ്ഥാനും മനസ്സിലായി, ലോകത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഓപ്പറേഷണൽ എയർ സുപ്പീരിയറിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ഫേവറബിൾ, ഞാൻ എയർ സുപ്പീരിയറിറ്റി എന്ന് പറയുന്നില്ല, ഒരു ഫേവറബിൾ എയർ സിറ്റുവേഷൻ സ്ഥാപിക്കാൻ കഴിയും. അതിലൂടെ ഇനി വരുന്ന എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വിജയപ്രദമായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന് വിവേകമുണ്ടെങ്കിൽ അവർ എസ്കലേഷൻ അവരുടെ ആക്ഷൻ നിർത്തുകയാണെങ്കിൽ അവരുടെ രാജ്യത്തിനും അവരുടെ ജനതയ്ക്കും നല്ലതാകും എന്ന് അവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞാൽ അവർക്ക് നന്ന്. ഓക്കെ, ഡോക്ടർ ജോസൂട്ടി, അങ്ങനെ നിർത്താൻ പാകിസ്ഥാൻ തയ്യാറാവുമോ? അവരുടെ ദുരഭിമാനം അതിന് സമ്മതിക്കുമോ? പാകിസ്ഥാൻ അങ്ങനെ നിർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാകിസ്ഥാനെയും ഇന്ത്യയെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ഇന്ത്യയോട് വലിയ രീതിയിൽ വെറുപ്പുണ്ട്. അവരുടേതായ ഭാഷയിൽ പറഞ്ഞാൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പ്രശ്നമാണ് കാശ്മീർ. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഫിനിഷ്ഡ് അജണ്ടയാണ്. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് പാകിസ്ഥാനിൽ അധികാരത്തിൽ വരുന്ന, ഞാൻ ഗവൺമെൻറ്റിനേക്കാൾ ഉപരിയായി എല്ലാ കാലത്തും അധികാരത്തിലിരുന്ന് പാകിസ്ഥാൻ്റെ എല്ലാവിധ വിഭവങ്ങളെയും ഏറ്റവും അധികം ആഘോഷപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ള ആർമിയുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള തിരിച്ചടികൾ നൽകുമ്പോഴും പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ ഒരു മൂല്യാധിഷ്ഠിത ധാർമ്മിക സംവിധാനത്തിൽ ഒന്ന് റിഫോം ചെയ്ത് മാറുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല നിലവിലുള്ളത് ഇതാണ് വസ്തുത. അതേസമയം അവർ പാകിസ്ഥാനിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ന്യായം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ നേരിടാൻ കെൽപ്പുള്ള രാജ്യമാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. അവരുടെ നേരിടുന്ന രീതി എന്താണ്? നേരിട്ടുള്ളൊരു യുദ്ധം, നേരിട്ട് 3-4 യുദ്ധങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം പാകിസ്ഥാന് പരാജയമായിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ച വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ കുറെയെല്ലാം നമ്മെ വേദനിപ്പിക്കുവാൻ കഴിയുന്ന ഒരു എളുപ്പ മാർഗമാണ് ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അതല്ലാതെ അവർക്ക് മറ്റ് മാർഗമൊന്നുമില്ല. ഞങ്ങൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അതിനെ അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്നു. അതായത് തുല്യശക്തികളല്ലാത്ത വളരെ താഴേക്കിടയിലുള്ളൊരു ശക്തിക്ക് അതിനേക്കാൾ വലിയൊരു ശക്തിയോട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പകയോ വിദ്വേഷമോ തീർക്കാനുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്നൊരു മാർഗമാണ്. അപ്പോൾ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ടെററിസത്തെ ഉപയോഗിക്കും. മറ്റൊരു അപകടകരമായിട്ടുള്ളൊരു സ്വഭാവം പാകിസ്ഥാൻ്റെ ടെററിസത്തിൻ്റെ അത് ഇസ്ലാമിക് റാഡിക്കലിസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇസ്ലാമിക് റാഡിക്കലിസവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഇസ്ലാമിൻ്റേതായിട്ടുള്ള തീവ്രവാദ വിഭാഗങ്ങളെ സംരക്ഷിച്ച് നിർത്തുവാൻ അവർക്ക് ഇത്തരത്തിലുള്ള സൃഷ്ടിക്കപ്പെട്ട ശത്രുക്കൾ വേണം. ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ, അൽ ഖ്വായിദയുടെ പ്രഖ്യാപനം എന്താണ്? ഇന്ത്യക്കെതിരെ പോരാടും, അല്ലെങ്കിൽ അവർ ജിഹാദിന് തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഒരു ന്യായവുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് എങ്ങനെയാണ് ഇതിനൊരു അറുതി വരുത്തുവാൻ കഴിയുക? അവർക്കതിന് അറുതി വരുത്തുവാൻ കഴിയില്ല. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെ അതാണ്. അവിടെ ഒരു അടിസ്ഥാനപരമായ മാറ്റം വരണമെങ്കിൽ നിലവിലുള്ള പാകിസ്ഥാൻ്റെ ഭരണ സംവിധാനത്തിന്, അവിടെ ആർമിക്കുണ്ടായിരിക്കുന്ന സ്വാധീനത്തിന്, പാകിസ്ഥാനിലെ വിവിധ വിഭാഗങ്ങളെ തമ്മിലടിച്ച് നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ വീണ്ടും അധികാരത്തിൽ തുടരുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒക്കെ സമൂലമായ ഒരു പൊളിച്ചെഴുത്തുണ്ടായാൽ മാത്രമേ പാകിസ്ഥാൻ്റെ ഈ നയങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന് മുഴുവനും അറിയാം, പാകിസ്ഥാനും അറിയാം, തങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ അക്രമങ്ങളിലൂടെയാണ് എന്നത്. പക്ഷേ ലോകരാഷ്ട്രങ്ങളും പാകിസ്ഥാനെ ചൂഷണം ചെയ്യുകയാണ്. നമ്മൾ പാകിസ്ഥാൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക റഷ്യക്കെതിരെ, സോവിയറ്റ് യൂണിയനെതിരെ പോരാടാനായിട്ടാണ് ഈ തീവ്രവാദികളെ ആദ്യഘട്ടത്തിൽ സൃഷ്ടിക്കുന്നത്. പിന്നീട് ഇന്ത്യക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ട് ആ തീവ്രവാദികളെ പിന്നീട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ പിന്നി കിടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള ചില കോമാളി വേഷം കെട്ടലിലും വളരെ ധാർമ്മിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിലും അതിൻ്റെ രൂപം മാത്രമാണ് ഈ ടെററിസവും അതുപോലെയുള്ള അയൽപ്പക്കര. അവർക്ക് തലിബാനുമായിട്ട് പോലും നല്ല ബന്ധമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്രത്തോളം സങ്കീർണമായിട്ടുള്ളൊരു രാഷ്ട്രമാണ്. അവിടെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടൊരു ശ്രമം കൂടിയാണെന്ന് നമ്മളിതിനെ വായിച്ചെടുക്കണം. കാരണം ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളും ഇരട്ടി വിലയാണ് അവിടെ എല്ലാ സാധനങ്ങൾക്കും. നമുക്കിവിടെ ഇപ്പം 10 മുട്ട വേണമെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി, അവിടെ ആണെങ്കിൽ 100-110 രൂപ കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതുപോലെ ഓരോ ചില സാധനങ്ങൾക്ക് 3 ഇരട്ടിയിലധികം വിലയാണ്. അങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തികമായും അതുപോലെ സൈനിക ശേഷി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവർ ആയുധ യുക്രൈന് വരെ വിറ്റിട്ടാണ് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലുള്ള അവിടെ തന്നെ ദേശീയമായി തദ്ദേശീയമായിട്ട് പല രീതിയിലുള്ള വിഭജനങ്ങളിലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ പഞ്ചാബിലാണ് നമ്മൾ അക്രമം നടത്തിയത്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന പ്രവിശ്യയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യ. സാമ്പത്തികമായും രാഷ്ട്രീയമായും അതിനേക്കാൾ ഉപരിയായി ഭീകരവാദത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാണ് അവിടെ. അവിടെയാണ് നമ്മളുടെ തീവ്രവാദ മതപഠന കേന്ദ്രത്തിൽ ഇന്ത്യ ബോംബുകൾ വർഷിച്ച് നശിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ആ ഒരു രാജ്യത്തിന് ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളുള്ള രാജ്യത്തിന്, അതുകൊണ്ടാണ് അതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണ രേഖ എന്ന് പറയുന്നത് ആർമിയുടെ ഗ്രീൻ ബുക്ക് എന്ന് പറയുന്നതാണ്. ഗ്രീൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച്, ശരിയ ലോയുടെ തത്വങ്ങൾക്കനുസരിച്ച് രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നതാണ് അവിടുത്തെ നയം. അസീം മുനീർ പറഞ്ഞത് അതല്ലേ? കഴിഞ്ഞ ഏപ്രിൽ 26-ന് അവിടെ ഗ്രാജുവേറ്റ് കേഡറ്റ് സെറമണിയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല, അവർ വേറെയാണ്, അവരുമായി ചേർന്ന് പോകുന്നത് അസാധ്യമാണ്, അതുകൊണ്ട് നമ്മൾ അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണം. ഇതെവിടെ പറഞ്ഞത്? ഒരു ഗ്രാജുവേഷൻ സെറമണിയിലാണ്. അങ്ങനെ ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും ഒക്കെ അവർ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എപ്രകാരമുള്ളൊരു നയമായിരിക്കും അവർ സ്വീകരിക്കുക? അവരെ അങ്ങനെ ഇൻഡോക്ട്രിനൈസ് ചെയ്ത് മാറ്റിയെടുത്തിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം നിലവിലെ സംവിധാനത്തിൽ പാകിസ്ഥാൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ബിഹേവിയറാണ്. ഞങ്ങളതിനെ സ്ട്രാറ്റജിക് ബിഹേവിയർ എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാന് വേറൊരു തന്ത്രമില്ല. ഈ തന്ത്രമാണ് അവർക്കുള്ളത്. കാരണം അത് അവിടെ ഒരുപാട് പേരെ അധികാരത്തിൽ ഇരുത്തുവാനും, ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചിരിക്കുന്നത് അസീം മുനീർ ആണല്ലോ. അദ്ദേഹമാണ് ഇപ്പോഴും അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നേതാവ്. അങ്ങേര് പുറത്തു വരരുത്. പുറത്തു വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അസീം മുനീറിന് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക സൂക്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടണമെന്നും പറഞ്ഞ് തീവ്രവാദികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലൊരു മാറ്റം അവിടെ വരണമെങ്കിൽ സമൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമ്പത്തിക മാറ്റം പാകിസ്ഥാനിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ
അതിന് ഒരു സാധ്യതയുമില്ലെന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. രാജേഷ് ജി, ആഗോള ഭീകരവാദത്തിൻ്റെ മൊത്തക്കച്ചവടം അത് ആർക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോലും, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം അതെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ആ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിരവധി പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അറിയാൻ സാധിച്ചത്, അതായത് ഈ തഹാവൂർ ഹുസൈൻ റാണ അദ്ദേഹം നേരത്തെ കേരളത്തിൽ എത്തി, കൊച്ചിയിലെത്തി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നല്ലോ. ക്ഷമിക്കുക, പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുൾ അദ്ദേഹം പോലും ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരക്കാരെ ഭീകരവാദികളെ അനുകൂലിക്കുന്ന ഒരു മനസ്സ് ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പോലും മലയാളികളിൽ ഒരു വിഭാഗത്തിന് ഉണ്ടാകണമെങ്കിൽ അതിനെ വളരെ ഗുരുതരമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും വളരെ രസകരമായ ചില വിശ്വാസങ്ങളാണ് ഈ ഭീകരവാദത്തിന്റെ അടിത്തറ. ഇസ്ലാം മത വിശ്വാസപ്രകാരം ഒരു സാധാരണ ഇസ്ലാം മരിച്ചാൽ ഖയാമത്ത് നാൾ, അന്ത്യനാൾ വരെ പള്ളിപ്പറമ്പിൽ കിടക്കണം. അന്ത്യനാളിൽ ഈശാ നബി അവതരിക്കും, അദ്ദേഹം കുഴലൂതും. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആളുകളെല്ലാം അവിടുന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ അവര് ആകാശത്തിനും സ്വർഗത്തിനും ഇടയിൽ, അതായത് ഭൂമിക്കും സ്വർഗത്തിനും ഇടയിൽ മഹഷറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഇവരെ എല്ലാം വിചാരണ ചെയ്യും. നമ്മുടെ ചിത്രഗുപ്തൻ എഴുതി വെക്കുന്നത് പോലെ തെറ്റ് ശരികളുടെ കണക്കുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി ചെയ്തവന് വലത് വാതിലും തെറ്റ് ചെയ്തവന് നരകത്തിന്റെ വാതിലും. സ്വർഗത്തിനും നരകത്തിനും 2 വാതിലുകളുണ്ട്, അത് തുറക്കപ്പെടും. സ്വർഗം പെർമനന്റ് ആണ്, നരകവും പെർമനന്റ് ആണ്. സ്വർഗത്തിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അവനെ സുഖിപ്പിക്കുവാൻ 72 ഹൂറിമാരുണ്ട്. അവിടെ മദ്യത്തിന്റെ പുഴയുണ്ട്, അവിടെ തേനിന്റെ പുഴയുണ്ട്, പാലിന്റെ പുഴയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പുഴകളെ കുറിച്ചുള്ള വർണ്ണന നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുണ്ട്. നരകം പറയും പോലെ തന്നെ നരക യാതനകളുമാണ്. അപ്പോ ഈ അന്ത്യനാൾ വരെ പള്ളിപ്പറമ്പിൽ കിടക്കാതെ ഓൺ ദ സ്പോട്ടിന് സ്വർഗം ലഭിക്കണമെങ്കിൽ ജിഹാദിൽ മരിക്കണം. അതായത് ദൈവത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ് ഇത്. നമുക്ക് കേട്ടാൽ ഇത് തമാശയായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കുമോ എന്ന് തോന്നും. പക്ഷേ ഒരു മനുഷ്യന്റെ ഇംപ്രിന്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 10 വയസ്സിനുള്ളിലാണ്. 4 വയസ്സ് മുതൽ 10 വയസ്സിനിടയിൽ മദ്രസയിലൂടെ ഈ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നവന് പിന്നീട് പാകിസ്ഥാനുള്ള സൗകര്യം, ഭീകരവാദം മുഖ്യ വിഷയമായിട്ട് തെരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അത് കേരളത്തിലും ഉണ്ട്, ഭാരതത്തിലെ പല സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ഭീകരവാദം എന്ന് പറയുന്നത്, നമ്മളിവിടെ എൻ്റെ കുട്ടി പഠിക്കുന്നത് BA മലയാളമാണ്, മറ്റൊരാള് BSc സയൻസിന് പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഭീകരവാദമാണ്, കുറച്ചാളുകൾ ഭീകരവാദികളാണെന്ന് പറയുന്ന അഭിമാനമാണ്. അവരെ ജിഹാദികളായിട്ട് വാഴ്ത്തപ്പെടും. അവർ അള്ളാഹുവിന് വേണ്ടി പൊരുതുന്നവരാണ്, അവർ അള്ളാഹുവിന് വേണ്ടി മരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശ്വാസങ്ങൾ വളരെ ഭയാനകമാണ്. അപ്പൊ നമ്മള് ഈ ഭീകരതയുടെ കാരണം എന്ത് എന്ന് പരിശോധിച്ച്, ഇപ്പോ ശരീരത്തിൽ രക്തത്തിന്റെ ദൂഷ്യം കൊണ്ട് ശരീരത്തിന്റെ പുറത്ത് ചൊറിച്ചൽ വന്നാൽ 2 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത്തേത് ഓയിൽമെന്റ് പുരട്ടുക എന്നുള്ളതാണ്. തൽക്കാലം ചൊറിച്ചൽ മാറും, വീണ്ടും വരും. എന്നാൽ വിദഗ്ധനായിട്ടുള്ള ഒരു ഭിഷഗ്വരൻ കാരണത്തെയാണ് ചികിത്സിക്കുക. അതായത് രക്തത്തിന്റെ ദൂഷ്യമാണ് ചൊറിച്ചലിന്റെ കാരണമെങ്കിൽ രക്തത്തിന് ചികിത്സ വേണം എന്നതുപോലെ ഇന്ന് ഭീകരവാദികൾ പഹൽഗാമിൽ വന്നിട്ടാണ് കൊന്നതെങ്കിൽ നാളെ അത് മറ്റൊരു സ്ഥലത്താവാം, ഇന്നലകളിൽ മറ്റൊരു സ്ഥലത്തായിരുന്നു. അതെവിടെയും സംഭവിക്കാം. കാശ്മീരിൽ മാത്രമല്ലല്ലോ ഭീകരവാദം, കാശ്മീരിലല്ലല്ലോ മുംബൈ, അവിടെ ആയിരുന്നല്ലോ അക്ഷർധാം ക്ഷേത്രങ്ങൾ, അവിടെ ആയിരുന്നല്ലോ ബാംഗ്ലൂര്. 56 പേരുടെ മരണത്തിനിടാക്കിയ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നത് തമിഴ്നാട്ടിലായിരുന്നല്ലോ. അപ്പൊ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിലും ലോകത്തിലെ 300ഓളം രാജ്യങ്ങളിലും 52 ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിക ഭീകരവാദമുണ്ട്. ഇസ്ലാമിക ഭീകരവാദം ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം നമുക്ക് ലോകത്ത് ഇസ്ലാം വസിക്കുന്ന സ്ഥലത്ത് കാണാൻ കഴിയുമോ? പറ്റില്ല. അതിന്റെ കാരണം എന്താണ്? നീ തെറ്റാണ്, ഞാൻ ശരി മാത്രമാണ്, ഞാൻ മാത്രമാണ് ശരി, നിങ്ങളെല്ലാം തെറ്റാണ്. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ ജില്ലക്കാരനാണ് മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹത്തിന്റെ പ്രസംഗം അനിൽജിയുടെ കയ്യിലുണ്ടാവും. പറ്റുമെങ്കിൽ ഒന്നിട്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ്: ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല,
എന്നാൽ നിനക്ക് നരകം കിട്ടും, നീ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ മുജാഹിദുകൾ ഒരു പുസ്തകം കൊണ്ട് തന്നു. നമുക്ക് അറബി അറിയില്ല, അതുകൊണ്ട് അറബിയിൽ എഴുതപ്പെട്ട ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളെ ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് വിശദീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് അറിയാത്ത ഭാഷയിലാണ് അത് എഴുതപ്പെട്ടത്. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിന്റെ അനുയായികൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന ജീവിതം എന്തിന് എന്ന പുസ്തകത്തിന്റെ 36-ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു: ആർക്കെല്ലാം നരകം. അതിലൊന്നാമത്തേത്, ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക്, അതായത് പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നവർക്ക് നരകം, മദ്യപാനിക്ക് നരകം. അങ്ങനെ 10-16 ടൈപ്പ് ആളുകൾക്ക് നരകം പറയുമ്പോൾ ഒന്നാമത്തേത് ദൈവത്തിന് രൂപമുണ്ടാക്കും. ഇതാണ് അവിടെ കലിമ ചൊല്ലാൻ പറഞ്ഞു. ഹിന്ദുവാണെന്ന് ബോധ്യപ്പെട്ടു. അവൻ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിന് രൂപമുണ്ടാക്കി ആരാധിക്കുന്നവൻ ഈ മണ്ണിൽ പാടില്ല. അപ്പൊ തന്നെ തലയ്ക്ക് വെടിവെച്ച് കൊന്നു കളഞ്ഞു. സ്വർണം ധരിച്ചപ്പോ ചോദ്യങ്ങളൊന്നുമില്ല. സ്വർണം ധരിച്ച പുരുഷന്മാരെല്ലാം ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് അവർക്കറിയാം. കാരണം ഇസ്ലാം മത വിശ്വാസ പ്രകാരം പുരുഷൻ സ്വർണം ധരിക്കാൻ പാടില്ല. ഇങ്ങനെ വിശ്വാസങ്ങൾ. ഇപ്പൊ ഇസ്ലാമിന്റെ ഈ വാശി കൊണ്ട് രക്ഷപ്പെട്ടത് പന്നി മാത്രമാണ്. പന്നിയെ കൊല്ലില്ല. പന്നിയുടെ മാംസം എന്തുകൊണ്ടാണ് നിഷിദ്ധമായത് എന്നറിയില്ല. പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നവന് നരകമാണ്. ഉമ്മൻചാണ്ടിക്ക് ഇസ്ലാം മത വിശ്വാസ പ്രകാരം നരകമാണ്. മഹാത്മാഗാന്ധിക്ക് ഇസ്ലാം മത വിശ്വാസ പ്രകാരം നരകമാണ്. പിണറായി വിജയൻ എത്ര തന്നെ കുഴലൂതിയിട്ടും കാര്യമില്ല, ഇസ്ലാം മത വിശ്വാസ പ്രകാരം അദ്ദേഹം സ്വർണം ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് നരകമാണ്. അപ്പൊ ഇങ്ങനെ വിചിത്രമായ വിശ്വാസങ്ങൾ 4-ാമത്തെ വയസ്സ് മുതൽ പഠിപ്പിക്കുകയും പഠിപ്പിച്ച് അന്യമത വിദ്വേഷത്തെ വളർത്തുകയും എന്റേത് മാത്രമാണ് ശരി, നിന്റേതെല്ലാം തെറ്റാണെന്ന് പഠിച്ച് വളരുന്ന ഒരുത്തന്റെ കയ്യിൽ AK-47 കൊടുത്തിട്ട് പറയുന്നു, പരമാവധി ആളുകളെ കൊല്ലുക, ഈ പോരാട്ടത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നീ ഓൺ ദ സ്പോട്ടിൽ നിന്നെ കാത്തു കിടക്കുന്ന 72 ഹൂറിമാരുള്ള സ്വർഗത്തിൽ നീ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുവാൻ ഭീകര ഉൽപാദക ഫാക്ടറികളിൽ ഇവർ മത്സരിക്കുക. ഞാൻ ആദ്യം പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്നത് ഈ വിശ്വാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭീകരവാദം 52 ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ 3 ടൈപ്പ് മുസ്ലിങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ദേശീയ മുസ്ലിങ്ങൾ. APJ അബ്ദുൽ കലാം, അടൽ ബിഹാരി വാജ്പേയി നാട് ഭരിക്കുന്ന സമയത്ത് ഈ നാടിന്റെ രാഷ്ട്രപതി ആരാകണം എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. APJ അബ്ദുൽ കലാം. ഇന്ന് നാം ഉപയോഗിച്ച ആയുധത്തെ കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണമായി പ്രവർത്തിച്ച രാജ്യത്തിന്റെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടത് APJ അബ്ദുൽ കലാമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJP-യിൽ 44 ലക്ഷം മുസ്ലിങ്ങൾ അംഗങ്ങളാണ്. മുസ്ലിം ലീഗിൽ 20 ലക്ഷത്തിലധികം ആളുകളേ ഉള്ളൂ. അതായത് ദേശീയ, എന്റെ രാഷ്ട്രം ഈ ഭാരതമാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് എന്റെ മതം ഇസ്ലാമാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്ന നമ്മുടെ അബ്ദുള്ള കുട്ടിയെ പോലെ, ഇസ്ലാം സാറിനെ പോലെ ലക്ഷക്കണക്കിന് വരുന്ന ദേശീയ മുസ്ലിങ്ങൾ, അത് കുറച്ചേ ഉള്ളൂ. രണ്ടാമത്തേത് വിശ്വാസികളായ മുസ്ലിങ്ങളാണ്. കൃത്യമായി പള്ളിയിൽ പോകണം, നോമ്പ് നോക്കണം, പറ്റുമെങ്കിൽ മക്കയിൽ ഒന്ന് പോയി വരണം, എല്ലാവർക്കും ഒപ്പം ഒന്നിച്ച് ജീവിക്കണം, പക്ഷെ എന്റെ മതം ശരിയാണെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേതാണ് എന്റെ മതം മാത്രമാണ് ശരി, നിന്റേത് തെറ്റാണ്, നീ ഇവിടെ ജീവിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യ സങ്കല്പം. അതാണ് പോപ്പുലർ ഫ്രണ്ടും PDP-യും മദനിയും തടിയന്റെ അവിടെ നസീർമാറും പരംപൂജനീയ ഗുരുജി വിചാരധാരയിൽ പറഞ്ഞ ആന്തരിക ഭീഷണികൾ. ഈ നാടിന്റെ ഉപ്പും ചോറും നിന്നിട്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഇന്നും ഈ മണ്ണിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ആന്തരിക ഭീഷണികൾ. അല്ലാതെ APJ അബ്ദുൽ കലാം അല്ല നമ്മുടെ ആന്തരിക ഭീഷണി. എത്ര അർത്ഥവത്തായിട്ടാണ് അദ്ദേഹം 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 80 വർഷം മുമ്പ് ആന്തരിക ഭീഷണികളെ കണ്ടെത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ അവിടെയാണ് ഈ വിശ്വാസത്തിനാണ് ചികിത്സ വേണ്ടത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം. ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ഹിന്ദുവായ ഞാൻ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് കോടിക്കണക്കിന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ ഞാൻ ആ വിശ്വാസത്തെ തിരുത്തണം. അതുകൊണ്ട് ഒരിക്കലും മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഹിന്ദുക്കൾ വരച്ചിട്ടില്ല. അതിവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരനെയും PDP-ക്കാരനെയും SDPI-ക്കാരനെയും കണ്ട് ഭയന്നിട്ടല്ല. നമുക്ക് ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട്. ഇസ്ലാം മത വിശ്വാസ പ്രകാരം മുഹമ്മദ് നബിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ കോടിക്കണക്കിന് ഇസ്ലാമിക സഹോദരങ്ങൾക്ക് അത് വേദന ഉണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ചിത്രം വരക്കാതിരിക്കണം, വാശി പിടിക്കരുത്. പക്ഷേ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും പാഴ്സിയെയും ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച ഹിന്ദുക്കൾ പറയുന്നു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് ഗോമാതാവാണ്, പശു അമ്മയാണ്, ഈ ഒരു സങ്കല്പത്തിൽ ജീവിക്കുന്നവരാണ് 10,000 കണക്കിന് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ. അതുകൊണ്ട് ഹിന്ദുക്കളെ
ഹിന്ദുക്കൾ പറയുകയാണ്, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ പശുവിനെ കൊല്ലരുത്, നിങ്ങൾക്ക് മാംസാഹാരം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കഴിച്ചോളൂ, പക്ഷേ അതിൽ നിന്ന് ഗോമാതാവിനെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരന്, ഇവിടുത്തെ ഓരോ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പശുവിനെ കഴിച്ചേ മതിയാവുള്ളൂ. എത്ര ബീഫ് ഫസ്റ്റുകൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ചെറിയ കടുക് മണിയെ അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ. അപ്പൊ അവിടെയാണ് ഈ ഭീകരവാദത്തിന്റെ അടിസ്ഥാനം. മതം പടച്ചു വിടുന്ന, മതം വളർത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു 30 കൊല്ലം മുമ്പുള്ള ഉദാഹരണങ്ങൾ പറയാറുണ്ട്. മൊയ്തു മൊയ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പഴയ മദ്രസാധ്യാപകനായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുമായിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെ കടലമിഠായി ഹിന്ദുവിനും ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനിയില്ല, മുസ്ലിം കുട്ടികൾക്ക് ഒന്നിച്ചു കൊടുത്തിരുന്നു. അതെല്ലാവരും വാങ്ങി കഴിച്ചിരുന്നു. എന്നാൽ വർഷം 30 കഴിഞ്ഞ് ഈ 2025 ആകുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ ചില ഇസ്ലാമിക പ്രബോധകന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നോമ്പ് തുറക്കാൻ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവരുടെ ആഘോഷങ്ങൾ പങ്കുചേരുവാൻ ഓണത്തിനും ക്രിസ്മസിനും അങ്ങോട്ട് പോകുന്നത്? ഇങ്ങനെയുള്ള എത്ര ചോദ്യങ്ങൾ. ഇവരെല്ലാം ആരാണ്? മുജാഹിദ് ബാലുശ്ശേരിയാണ്, എം അക്ബറാണ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്, അതുപോലെ സംസാറുൽ ഹദ്വിയെ പോലെയുള്ള പ്രമുഖ വ്യക്തികളാണ്. ഈ മതത്തിലെ നമ്പർ 1 പ്രബോധകന്മാരാണ് ഈ മതവിദ്വേഷത്തെ പടച്ചുവിടുന്നത്. പിന്നെ ഭീകരനോട് എന്താ പറയുന്നത്? നീ പാട്ട് കേൾക്കരുത്, നിനക്ക് സംഗീതം പാടില്ല, നിനക്ക് സിനിമ പാടില്ല. അതുകൊണ്ടല്ല അഫ്ഗാനിസ്ഥാനിലെ എല്ലാ തിയേറ്ററുകളും ബോംബിട്ട് തകർത്തല്ലോ. സംഗീതം ഒരാളെ രക്ഷിക്കുമോ? മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായോ? നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, എന്റെ കയ്യിലുണ്ട് അവസാനം. യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായോ? അതുകൊണ്ട് ഒരു ഭീകരവാദിയും പാട്ട് പാടുന്നവനല്ല, ഒരു ഭീകരവാദിയും ഓടക്കുഴൽ വായിക്കുന്നവനല്ല, ഒരു ഭീകരവാദിയും ജനറൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നവനല്ല. അവിടെയാണ് അവന്റെ മതത്തിന്റെ ലോകത്ത് പരിമിതമായി ഇരുന്നു കൊണ്ട് എന്റേത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീർ കാണാൻ പോയവർ, വസന്തം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിന്റെ ആ മനോഹരമായ പൂന്തോട്ടം കാണാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എന്റെ നാട്ടിൽ നിന്ന് ഒരു പറ്റം ഡിവൈഎഫ്ഐ സഖാക്കൾ ഭാര്യമാരെയും കൂട്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് അവർ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞു, ആദ്യം നരേന്ദ്രമോദിക്ക് 4 മുദ്രാവാക്യം വിളിക്കും. തനിക്കൊക്കെ കാശ്മീരിൽ പോകണമെന്ന് തോന്നി എപ്പോഴാ? മോദി പ്രധാനമന്ത്രി അതിന് ശേഷമാണ്. 2005 പോയിരുന്നോ? 2010 പോയിരുന്നോ? 2014 ശേഷം 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതിനു ശേഷം 2019 ശേഷമല്ലേ കാശ്മീരിലേക്ക് മലയാളി പോകാൻ തുടങ്ങിയത്? ഭീകരവാദത്തിനല്ല, ടൂർ പോകാൻ തുടങ്ങിയത്. അപ്പോൾ നിനക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് തോന്നിയ വികാരമാണ് കാശ്മീർ ഒന്ന് പോയി കണ്ടുവരാം എന്നുള്ളത്. അതിന് കാരണക്കാരനാരാണ്? അതിശക്തമായ ഒരു പ്രധാനമന്ത്രിയാണ്, അതിലെ ഒരു ഭരണകൂടമാണ്. അങ്ങനെ കാശ്മീർ 370-ാം വകുപ്പ് എടുത്തു, ഒരു സർവ്വസാധാരണ സംസ്ഥാനമായി, പ്രത്യേക അധികാര അവകാശങ്ങളൊന്നും ഇല്ലാതെ ഈ നാട്ടിലെ 28 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കാശ്മീർ മാറുന്നു. ഇത്രയും കാലം സൈന്യത്തെ കല്ലെറിഞ്ഞ കാശ്മീരിലെ യുവാക്കൾ പണിക്ക് പോയി തുടങ്ങി, തട്ടുകടകൾ തുടങ്ങി, ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കാശ്മീരിന്റെ ഓരോ മുക്കിലും മൂലയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് പച്ചയ്ക്ക് ഹിന്ദുവാണോ എന്ന് ചോദിച്ച് 26 സഹോദരങ്ങളെ വെടിവെച്ചു വന്നത്. ഞങ്ങൾ ഈ 23-ന് കാശ്മീർ പോകാൻ വേണ്ടി ബുക്ക് ചെയ്തവരാ, ഈ മെയ് 23-ന്. പക്ഷെ ഇപ്പൊ ഭരണകൂടം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അഡ്വാൻസ് ഒക്കെ തിരിച്ചു വാങ്ങിക്കോളൂ. അങ്ങനെ 70 പേരാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ആ ഹോട്ടൽ അഡ്വാൻസ് എല്ലാ വൈഷ്ണവദേവി ക്ഷേത്ര അടക്കമാണ് പോകാൻ തീരുമാനിച്ചത്, ഒക്കെ ഞങ്ങൾ തിരിച്ചു വാങ്ങി. പക്ഷേ ഈ ഇസ്ലാമിക ഭീകരവാദിയെ ഭയന്നിട്ട് എനിക്ക് ജമ്മു കാശ്മീർ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിലെ ഏത് മണൽത്തരിയെയും കാണുവാൻ ഈ 143 കോടി ജനങ്ങൾക്കും ഒരാളെയും ഭയക്കേണ്ടി വരുന്നത്. നാളെ വൈഷ്ണവദേവിയെ കാണുവാൻ പറഞ്ഞാൽ, അമർനാഥിലൊന്ന് പോകണമെന്ന് തോന്നിയാൽ, ഇസ്ലാമിക ഭീകരവാദികളുടെ തിട്ടൂരത്തെ ഭയന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടി, പാകിസ്ഥാൻ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്ക് പോകാൻ കഴിയൂ എന്ന് പറയുന്നത് അപമാനത്തിന്റെ ഒരു പടുകുടിയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ട കോൺഗ്രസ്, അവരാണ് ഇതിന്റെ ഒക്കെ കാരണക്കാർ. അപ്പൊ അവിടെയെല്ലാം പുതിയ ഒരു മാറ്റത്തിന് ഭാരതം മുന്നോട്ട് വന്നിരിക്കുകയാണ്. പുൽവാമയ്ക്കും ഉറിക്കും തിരിച്ചടി കൊടുത്തു. ഈ അതിശക്തമായ പ്രതികരണം, നിങ്ങൾ എവിടെ കയറി ഒളിച്ചാലും ഞങ്ങൾ നിങ്ങളെ തേടി വന്നിരിക്കും, തേടി വന്ന് കൊന്നിരിക്കും എന്ന് പറയുന്ന ഇച്ഛാശക്തിയുടെയും പൗരുഷത്തിന്റെയും പ്രതീകമായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. അതിന് ഭാരതത്തിലെ സൈനികർക്ക് നമ്മൾ വീണ്ടും വീണ്ടും അവരെ നമിച്ചേ മതിയാവുള്ളൂ. നമസ്തേ. ശ്രീ രഘുനാഥ് നായർ, ഒരു രാജ്യത്തെ ശക്തനായ ഭരണാധികാരിയല്ലേ ആ രാജ്യത്തെ സേനയുടെയും ശക്തി അത് നിർണ്ണയിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സേനയിലെ 3 വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. ആ നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു?
അദ്ദേഹം സേനയ്ക്ക് പകർന്നു കൊടുക്കുന്ന, ഓരോ ദിവസവും പകർന്നു കൊടുക്കുന്ന ആ ഊർജം, അത് എത്രത്തോളം ഈ സൈനിക ഇടപെടലിൽ അവർക്ക് ഗുണകരമായി മാറുന്നുണ്ട്? സത്യത്തില് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ഇന്ത്യൻ എയർഫോഴ്സിൽ ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നെങ്കിൽ എന്നൊന്ന് കൊതിച്ചു പോവുകയാണ്. ആ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റം. ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏജന്റ് അല്ല. പക്ഷെ ഞാൻ ഫിസിക്കലി ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അസൂയാവഹമായ മാറ്റമാണ് ഇന്ത്യൻ മിലിറ്ററിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് ഉള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലത്ത് നമ്മൾ വളരെ കേമമായിട്ട് സിയാച്ചിൻ ഗ്ലേഷ്യറൊക്കെ അതിന് മുമ്പ് തന്നെ നമ്മൾ പിടിച്ചെടുത്തു. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് വളരെ ഏറ്റവും ഉയരത്തിലുള്ള മിലിറ്ററി പോസ്റ്റാണ് ലോകത്തിൽ. അവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാൻ താഴേക്ക് തുരിതര വെടിവെക്കുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വെർട്ടിക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. അതിൽ കുറെ പേര് ഹിമാലയം കയറാനായിട്ട് പോകുന്ന ഒരു ഇതാണ് ഇതിന്റെ തീം. കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കുറെ വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. അപ്പൊ അതില് ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ഈ പാകിസ്ഥാനികളുടെ മിലിറ്ററി പോസ്റ്റിലേക്കാണ് ഈ സായിപ്പുമാരാണ് കയറി പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് അവരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ അവരുടെ ആ പോസ്റ്റിലെ കമാൻഡർ പറയുകയാണ്, ഇറ്റ്സ് 3 o'clock ടൈം ടു വേക്ക് അപ്പ് ദി ഇന്ത്യൻസ് എന്ന്. അപ്പൊ 3 മണിയായി, ഇന്ത്യക്കാരെ വിളിച്ചുണർത്താൻ സമയമായിരുന്നു. നേരെ വെടി തുടങ്ങാണ് അവിടുന്ന് പട്ടയെന്നും പറഞ്ഞു. അപ്പൊ അവിടുന്ന് തിരിച്ചു വരുന്നില്ല. അപ്പൊ ഇവർ ചോദിക്കുന്നുണ്ട്, വൈ ദേ ആർ നോട്ട് ഫയറിംഗ് ബാക്ക്, എന്തുകൊണ്ട് തിരിച്ച് വെടിവെക്കുന്നില്ല? അവർക്ക് ഡൽഹിയിൽ നിന്ന് പെർമിഷൻ വേണം, അവർ വെടിവെക്കില്ല. അങ്ങനെ നമ്മൾ സിയാച്ചിൻ ഗ്ലേഷ്യറിനെ നമ്മൾ പിടിച്ചെടുത്തു, ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ട് ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിയാച്ചിനിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞപ്പോ അവിടെ സാധാരണ കമ്പിളി ഉടുപ്പുകൾ മാത്രം ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സേന, അതായത് അവിടെ -50°C താഴെ ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ സ്നോ ബൈറ്റും അങ്ങനെയുള്ള ഫ്രോസ്റ്റ് ബൈറ്റും ഒക്കെയുള്ള പ്രോബ്ലംസ് ആയിട്ട് സ്ഥിരമായിട്ട് ആളുകൾ അവിടെ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈയും കാലും വരെ മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയാണ്. വളരെ കഷ്ടം, നരകമായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററോട് പറഞ്ഞു, ഏറ്റവും നല്ല കുപ്പായങ്ങൾ ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങൾ അവൈലബിൾ ആണ് ഇതുപോലെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളത്, ഞങ്ങൾക്ക് അതൊന്ന് കിട്ടണം. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ലേ ജോർജ് ഫെർണാണ്ടസ്? ഇത് നടന്ന സംഭവമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, കിട്ടുന്നില്ല, അപ്രൂവൽ കിട്ടുന്നില്ല. ജോർജ് ഫെർണാണ്ടസ് നേരെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വന്നിട്ട് ബ്യൂറോക്രാറ്റ്സിനെ എല്ലാം വിളിച്ചു. ഇവരാണ് ഈ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ബാബു പ്രോബ്ലം എന്ന് പറഞ്ഞ ഇന്ത്യൻ സേനയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഒരു വലിയ ശല്യം തന്നെയാണ്. ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഇനിയും ഒരുപാട് കറക്ഷൻ നടത്താനുണ്ട്. എനിവേ, ഇവരോട് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം സിയാച്ചിൻ ഗ്ലേഷ്യറിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പട്ടാളക്കാർക്ക് ഉപയോഗിക്കുന്ന തണുപ്പിന്റെ വസ്ത്രങ്ങൾ മാത്രമേ ഇവർക്കും കിട്ടുന്നുള്ളൂ. അവിടെ നിന്നാണ് ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. തിരിച്ചു വന്ന് ഇമ്മീഡിയറ്റ്ലി ഇവർ സാങ്ഷൻ ചെയ്ത ആ പഴയ പെൻഡിങ് അപ്രൂവലാണ്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014 ഫെബ്രുവരിയിൽ ശ്രീ AK ആന്റണി 114 MRFA ഡീൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നടന്നെടുത്ത് ശ്രീ AK ആന്റണി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ്, 114 റഫാൽ വിമാനങ്ങൾ പോയിട്ട് ഒരു റഫാൽ മേടിക്കാനുള്ള പൈസ നമ്മുടെ ഖജനാവിൽ ഇല്ല, ഇനി അടുത്ത സർക്കാർ വന്ന് എന്താന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന്. ഞാനീ പറയുന്നത് കേട്ടിട്ട് വിശ്വാസം തോന്നാത്തവർക്ക് ഗൂഗിളിൽ ചുമ്മാതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഫെബ്രുവരി 20-നോ 22-നോ ആണ് ഈ സംഭവം എന്നുള്ളത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ അർജന്റായിട്ട്, കാരണം ചൈനയുടെ ത്രെട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നു, പാകിസ്ഥാന്റെ ത്രെട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നു, 36 റഫാൽ വിമാനങ്ങൾ നമ്മൾ അർജന്റായിട്ട് പ്രൊക്യൂർ ചെയ്യാണ്. ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ 4.5 ജനറേഷൻ വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ J-20 ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല. നമ്മുടെ സുഖോയ് 30 ചൈനയുടെ J-20 ലോക്ക് ചെയ്തതായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ സ്റ്റെൽത്ത് വിമാനം എന്ന് പറയുന്നതിന്. അപ്പൊ ഈ റഫാൽ വിമാനങ്ങൾ ഇതിലൊക്കെ ഏറ്റവും മുന്തിയ, അതിനകത്ത് അതിന്റെ ടെക്നോളജിയിലേക്കൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു 2-3 ദിവസത്തെ ഡിബേറ്റ് മാത്രം മതിയാവില്ല. അത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വിമാനം 36 എണ്ണം അർജന്റായിട്ട് നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയാണ്. ഒരെണ്ണം ഈസ്റ്റേൺ ഫ്രണ്ടിലും ഒരെണ്ണം വെസ്റ്റേൺ ഫ്രണ്ടിലും പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്തു. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ തഴഞ്ഞിട്ടിരിക്കുന്നതായിരുന്നു. 5.5 ബില്യൺ ഡോളർ കൊടുത്തിട്ടാണ് ഇന്ത്യ 5 സിസ്റ്റം വാങ്ങിയിരിക്കുന്നത്. അതിൽ 3 എണ്ണം ഡെലിവറി ആയിട്ടുണ്ട്. ഒരെണ്ണം പാകിസ്ഥാൻ ബോർഡറിൽ 1 വെച്ചിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കളിക്കുന്ന മുഴുവൻ. 2 എണ്ണം ചൈന ബോർഡറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇനി 2 എണ്ണം വരാനും ഉണ്ട്. അവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈനികർക്ക്, ആർമിക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലായിരുന്നല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ. വെടികൊണ്ട് അന്നേരം പെടഞ്ഞു വീണ് ചാകാനുള്ള വിധിയല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്.
ഇപ്പൊ ഏറ്റവും നല്ല ക്വാളിറ്റി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വരുത്തി കൊടുത്തു എന്ന് മാത്രമല്ല, DRDOയിൽ അതുപോലെ ഫണ്ട് ചെയ്തിട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സ് നിർമ്മിക്കുന്നത് DRDO ആണ്. ഇവിടുന്ന് കണ്ടുകൊണ്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2012-13 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സബ്മറീൻസ് പട്ടേ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയല്ലായിരുന്നു. അവസാനം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ആ റിപ്പോർട്ട് വലുതായിട്ട് പുറത്തേക്ക് വന്നില്ല. ഇവിടുന്ന് ലീക്കായ റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികളും ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടുകളുമായിരുന്നു. കാശില്ലാത്തത് കൊണ്ട് ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടത് കൊണ്ടാണ് ഈ സബ്മറൈൻസ് പൊട്ടിയത്. ഓരോ സബ്മറൈൻ പൊട്ടിക്കഴിഞ്ഞപ്പോൾ 16 നേവിക്കാരാണ്, സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അത്ര ഗതികെട്ട ഒരു രാജ്യത്തു നിന്ന് ഇന്ന് നമ്മുടെ SSBNs ഉണ്ട്, SSNs നമ്മൾ വാങ്ങാൻ പോകുന്നു. ന്യൂക്ലിയർ സബ്മറൈൻസിന്റെ കാലഘട്ടത്തിലേക്ക് പോകുന്നു. നമ്മൾ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള സബ്മറീൻസിന്റെ ടെക്നോളജിയിൽ, നേവൽ ടെക്നോളജിയിൽ നമ്മൾ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഏതാണ്ട് മാസത്തിൽ ഒരു നേവൽ ഷിപ്പ് ഇന്ത്യൻ നേവിയോട് ചേരുന്ന പോലെ പാകിസ്ഥാന്റെ നേവിയുടെ എത്രയോ മടങ്ങ് ശക്തമാണെന്ന് ഇന്ത്യൻ നേവി. പാകിസ്ഥാൻ അതുകൊണ്ടാണ് പാകിസ്ഥാനികൾ കരയുന്നത്. ഇന്ത്യൻ ആർമിയുടെ പകുതി പോലും ഇല്ല പാകിസ്ഥാൻ ആർമി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പകുതി പോലും ഇല്ല. ഇന്ത്യൻ നേവിയുടെ 8-1 ഇന്ന് പാകിസ്ഥാൻ നേവി. ഇവർക്കറിയാം കറാച്ചി മുതൽ തൂത്തുവാരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പാർലമെന്റിൽ നിന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. ന്യൂക്ലിയർ ട്രയാഡ്, ഇന്ന് ലോകത്തിലെ ന്യൂക്ലിയർ ട്രയാഡുള്ള വെറും 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും എവിടുന്ന് വേണമെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് നമുക്ക് ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട്. പാകിസ്ഥാനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല ഒരു കാരണവശാലും. ഇന്ത്യൻ മിലിറ്ററിയും പാകിസ്ഥാൻ മിലിറ്ററിയും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ 2014 ശേഷം ഉണ്ടായിട്ടുള്ള ഈ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും കമ്പയറബിൾ ആണ്. അത്ര വലിയ നേട്ടമാണ് ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നത്തെ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മളെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ആയുധങ്ങൾ നിർമ്മിച്ചിട്ട് 2047 ആകുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺ എക്സ്പോർട്ടർ ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ വ്യത്യാസം. താങ്ക് യു. ഓക്കെ, മേജർ ജനറൽ ജേക്കബ് തരകൻ, നോക്കൂ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സൈനിക കേന്ദ്രങ്ങളെയും അതുപോലെ 15ഓളം നഗരങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നല്ലോ പാകിസ്ഥാൻ്റെ ആക്രമണം. ഇനി എന്തായിരിക്കും അവരുടെ മോഡസ് ഓപ്പറാണ്ടി? അവർ ഇനി അവരുടെ ആ തന്ത്രം അത് മാറ്റിപ്പിടിക്കുമോ? അതോ ഇതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു സൈനിക ഇടപെടൽ തന്നെയാണോ പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? താങ്കളുടെ ചോദ്യത്തിന് മറുപടി വരുന്നതിന് മുമ്പ് എനിക്ക് മുമ്പേ സംസാരിച്ച 2 പാനലിസ്റ്റിനോട് ഉത്തരം പറയാനുണ്ട്. ആദ്യത്തെ പാനലിസ്റ്റ് പൊളിറ്റിക്കൽ സ്പീച്ചായിരുന്നു. ഞാൻ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പൊളിറ്റിക്കൽ ലീനിങ്സ് ഇല്ല, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷേ വസ്തുതാപരമായ ഒരു തെറ്റ് ഞാനൊന്ന് ചൂണ്ടിക്കാണട്ടെ. ഞാൻ 1982 മുതൽ 84 വരെ ലേയിൽ പോസ്റ്റഡായിരുന്നു. 2002 ഞാൻ CIF, അതായത് കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സിൽ പോസ്റ്റഡ് ആയിരുന്നു. ഞാൻ കമാൻഡ് ചെയ്തത് കാർഗിലാണ്. അന്നൊക്കെ അവിടെ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ശ്രീ നരേന്ദ്രമോദി എൻ്റെയും പ്രൈം മിനിസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നു. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം വളരെ പ്രാപ്തനാണ്. പക്ഷേ വസ്തുതാപരമായിട്ട് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. 1. 2, എനിക്ക് മുമ്പ് സംസാരിച്ച സേനയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവിനോട് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. സിയാച്ചിനിലെ ഫസ്റ്റ് വോളണ്ടിയർ ബാച്ചിൽ ഞാൻ പോയിട്ടുള്ളതാണ്. സിയാച്ചിനിലെ ഫസ്റ്റ് വോളണ്ടിയർ ബാച്ചിൽ വോളണ്ടിയർ ഓഫീസറായിട്ട് ഞാൻ ലേയിൽ നിന്ന് പോയതാണ്. 84 മിസ്സസ് ഗാന്ധി മരിച്ച ദിവസമാണ് ഞാൻ അവിടുന്ന് ഡീഇൻഡക്റ്റ് ആയത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഡൗൺ ജാക്കറ്റ് ധരിച്ചാണ് ഞാൻ അവിടെ 3 മാസം ചെയ്തത്. അവിടുന്ന് വന്ന ബൂട്ട് ധരിച്ചാണ് ഞാൻ, അവിടുന്ന് വന്ന ക്രാംബോണും അവിടുന്ന് വന്ന ഫർ കോട്ടും ധരിച്ചാണ് ഞാൻ അവിടെ 5 മാസം താമസിച്ചത്. താങ്കൾ അവിടെ പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ, ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് 5 മാസം. അതായത് മേയിലാണ് ഇൻഡക്ഷൻ നടന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, മെയ് കൗണ്ട് ചെയ്യേണ്ട. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ശരിയാകത്തില്ല. ദയവായിട്ട് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസ് ക്യാമ്പിൽ 5 മാസം താമസിച്ചിട്ടുണ്ട്. ഡൗൺ ജാക്കറ്റും ഡൗൺ ട്രൗസറും ഇട്ടാണ് ഞാൻ താമസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ. ജോർജ് ഫെർണാണ്ടസ് വന്നത് സ്നോ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ ജാക്കറ്റിൻ്റെ അല്ല. സ്നോ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണ് സംഭവം ഉണ്ടായത്. അദ്ദേഹം വന്ന് സിയാച്ചിനിൽ വന്നതിന് ശേഷം തിരിച്ചുപോയി ആ സ്കൂട്ടറിൻ്റെ ഫയൽ വെച്ചിരുന്ന
ബ്യൂറോക്രസിനെ അവിടെ അയക്കുകയും അത് സാങ്ഷൻ ചെയ്തത് അത് സത്യമാണ്. പക്ഷേ ഈ ജാക്കറ്റിൻ്റെയും ബൂട്ടിൻ്റെയും കാര്യം ദയവേത് പറയുന്നത് അവിടെ ജോലി ചെയ്തിട്ടുള്ള പല സൈനികരോടും കാണിക്കുന്ന അനാദരവാണ്. ദയവായി അത് ചെയ്യരുത്. ഇനി താങ്കൾ ചോദിച്ചത് ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും, അതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ലോജിക്കില്ല. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് സാധാരണ മനുഷ്യന് പറയുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ വിപരീത ബുദ്ധിയേ ഉള്ളൂ. അവരുടെ രാജ്യം ഇന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇംപ്ലോഡിങ്, അതായത് അകത്തുനിന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുകയാണ് അകത്തോട്ട്. കാര്യം ഇഫ് യു ലുക്ക് ബാലുചിസ്ഥാൻ ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കരമായ കലാപം നടക്കുകയാണ്. പാകിസ്ഥാനി, അതായത് മെയിൻലാൻഡ് പാകിസ്ഥാനിൽ നിന്ന് ആർമിക്ക് പോലും ബലൂചിസ്ഥാനിൽ പുറത്തിറങ്ങാൻ ഒക്കത്തില്ല രാത്രിയിൽ. ദേശേ ദി നൈറ്റ് ബിലോങ്സ് ടു ദ ബലൂച്ച്, അതായത് രാത്രി ബലൂച്ചിൻ്റെയാണ്, പകല് മാത്രമേ അവർക്ക് ഇറങ്ങാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഖൈബർ പഷ്തൂൺഖ്വ ഓൾറെഡി പോയി. ബലൂചിസ്ഥാനിൽ നിന്ന് 2 ഡിവിഷനാണ് അവർ ഇങ്ങോട്ട് മൂവ് ചെയ്തേക്കുന്നത് നമ്മളുടെ സൈഡിലേക്ക്. ബലൂചിസ്ഥാൻ്റെ അവരുടെ ഡിഫൻസ് തീർന്നു, അവിടെ ബഹളങ്ങൾ നടക്കുന്നു. അറിവ് ശരിയാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയിൽ തന്നെ കലാപം ഉണ്ടാകുന്നു, ബലൂച്ചികളെല്ലാം റിസൈൻ ചെയ്യുന്നു എന്ന് കേട്ടു. പഞ്ചാബികൾ തന്നെ 2000-ൽ പരം പഞ്ചാബിൽ നിന്നുള്ള സൈനികർ റിസൈൻ ചെയ്തു എന്ന് കേൾക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവരുടെ എക്കണോമി പൊട്ടുകയാണ്. സെൻസെക്സ് അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൊട്ടിയിട്ടുണ്ട്, അവരുടെ എക്കണോമി പൊട്ടി. ഇതൊന്നും നമ്മൾ പറയാത്തൊരു കാര്യം, IMF ലോണിൻ്റെ സാങ്ഷൻ ഒരു പക്ഷേ അവർക്ക് കിട്ടില്ല. കാരണം അതിലെ ഒരു മെമ്പർ ഇന്ത്യക്കാരനാണ്. എല്ലാ മെമ്പേഴ്സും ഇല്ലാതെ സാങ്ഷൻ ചെയ്യാതെ ലോൺ കിട്ടില്ല. അപ്പോൾ അടുത്ത് കിട്ടാൻ പോകുന്ന അവരുടെ ലോണിൻ്റെ ട്രാൻഷെ ഒരു പക്ഷേ അവർക്ക് കിട്ടാതിരിക്കും. അങ്ങനെയെങ്കിൽ എക്കണോമിക്കലി തകരുന്ന ഒരു രാജ്യം, അവരുടെ ഓരോരോ പ്രൊവിൻസ് തമ്മിൽ മാറിപ്പോകുന്ന സമയത്ത് ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഇപ്പോൾ കാണുന്ന പാകിസ്ഥാൻ ആകില്ല നാം കാണുന്നത്. അത് പണ്ട് ബംഗ്ലാദേശ് മാറിയതുപോലെ ഒരു പക്ഷേ പാകിസ്ഥാൻ ഇനിയും വേറെ ആകാനുണ്ട്. അത് ഇന്ത്യക്ക് സ്പീഡപ്പ് ചെയ്യാനൊക്കും നമ്മളുടെ ആക്ഷനിലൂടെ. പാകിസ്ഥാൻ ലോജിക്കലി ഒന്നും ചെയ്യില്ല. നമ്മളുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞിരുന്നു, അടങ്ങിയിരുന്നാൽ ഇവിടെ തീർക്കാമെന്ന്. നല്ല വാക്ക് അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്താൽ ഇനിയും അടി കിട്ടും. ഇന്ത്യ ഓരോ ഘട്ടത്തിലും നമ്മളുടെ ആക്ഷൻ അതിൻ്റെ സിവിയറിറ്റി കൂട്ടുകയാണ്. അവരുടെ ന്യൂക്ലിയർ ബ്ലഫ് പോയി, അവരുടെ എയർ ഡിഫൻസ് പോയി. ഇനി അവർ ഇന്നത്തെ അവരുടെ പാർലമെന്റിൽ ഒരു വ്യക്തി കരയുന്നത് കണ്ടു. ഞങ്ങളെ അള്ളാഹുവിന് മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ചാനൽ കണ്ടു. അതാണ് ഇന്ന് പാകിസ്ഥാൻ്റെ സ്ഥിതി. അവരെന്ത് ചെയ്യാം? എന്തെങ്കിലും സൂയിസൈഡലായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അടി ശക്തമായി തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. ജമ്മുവിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാൻ്റെ പ്രകോപനം, ജമ്മുവിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രിയിലായിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത്. പക്ഷേ അത് കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഡ്രോണാക്രമണം, ആ നീക്കം അത് ഇല്ലാതാക്കാൻ, പൂർണ്ണമായും നിർവീര്യമാക്കാൻ, അത് നിഷ്പ്രഭമാക്കാൻ സൈന്യത്തിന് സാധിച്ചു എന്ന വിവരവും പുറത്ത് വരുന്നുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു. പാക് നിയന്ത്രണ ഏരിയയിൽ, അതായത് LOC ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ സ്ഥിരമായി ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ ജമ്മുവിൽ വീണ്ടും ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജമ്മു സെക്ടറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ ഭാരതത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശക്തമായ തിരിച്ചടി ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താനും അത് ആന്റി മിസൈൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാനും സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.
നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജമ്മു സെക്ടറിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി രാജ്യത്തെ 15 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഡ്രോൺ മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി പ്രതിരോധിക്കുകയും ശക്തമായ തിരിച്ചടി ഭാരതം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഇനിയും പ്രകോപനം ഉണ്ടാകരുത്, സംഘർഷം വഷളാക്കാനല്ല ഭാരതം ആഗ്രഹിക്കുന്നത് എന്ന മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപുറകെയാണ് വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജമ്മു എയർപോർട്ട് ഉൾപ്പെടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടത്തിയത്. നിലവിൽ തുടർച്ചയായി സാംബ ജമ്മുവിലെ സാംബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടങ്ങളിലാണ് ഈ ഡ്രോണും ഒപ്പം നിലവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഡ്രോണാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. അത് വളരെ കൃത്യമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. തുടർച്ചയായി സൈറണുകൾ സാംബ ഒപ്പം ജമ്മു എയർപോർട്ട് മേഖലകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, ജമ്മുവിൽ ഡ്രോൺ ആക്രമണം, വീണ്ടും ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാന്റെ പ്രകോപനം. ഡ്രോൺ ആക്രമണം അത് പ്രതിരോധിക്കാൻ, കൃത്യമായി ശക്തമായി പ്രതിരോധിക്കാൻ ഭാരതത്തിൻ്റെ സേനയ്ക്ക് സാധിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജിഷ്ണു, കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ? അൽനബർ, നിലവിൽ അത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഈ ഡ്രോണുകൾ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായി ഈ അതിർത്തിയിലും ഒപ്പം ഈ സൈനിക മേഖലകളിലും ഉൾപ്പെടെ ഡ്രോണും ഒപ്പം മിസൈൽ ആക്രമണവും നടത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്രതിരോധം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഈ സമയം വരെ നമുക്ക് അത്തരത്തിൽ കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പാകിസ്ഥാന്റെ ഈ അക്രമത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റതായോ ജീവൻ നഷ്ടമായതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വളരെ കൃത്യമായി വിജയകരമായി ഈ ഡ്രോണുകൾ ഇല്ലാതാക്കുന്നതിനും അത് പ്രതിരോധിക്കാനും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജമ്മു ഒപ്പം ഈ ജമ്മുവിലെ തന്നെ സാംബ മേഖലയിലുമാണ് ഇത്തരത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയും വളരെ കൃത്യമായി അത് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് രാത്രി ഈ സമയങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഡ്രിൽ ജമ്മുവിലും രാജസ്ഥാനിലും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജമ്മു ഡിവിഷനിലെ കിഷ്ത്വാർ പ്രദേശത്ത് ബ്ലാക്ക് ഔട്ട് അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ജില്ലയിലുടനീളം സൈറൻസ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. ജിഷ്ണു, വളരെയധികം നന്ദി. ഈ വാർത്തയിലേക്ക് വിശദമായി വരാം ജനം ടുനൈറ്റിൽ. ഞാൻ വീണ്ടും പാനലിസ്റ്റുകളിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജോസുകുട്ടി, ഇപ്പം നേരത്തെ ശ്രീ ജേക്കബ് തരകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, അതായത് വിവേകശൂന്യമായിട്ടുള്ള പ്രതികരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും അവർ നിർത്താൻ ഒരുക്കമല്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ ആക്രമണത്തെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാം, ഒരു സംഘർഷ സമയത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഭാരതം ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു. പക്ഷേ പാകിസ്ഥാനിലെ സ്ഥിതി അതല്ല. അവിടെ സേനയിൽ നിന്ന് ആളുകൾ സ്വയം പിരിഞ്ഞ് പോവുകയാണ്. മറ്റൊരു കാര്യം, ബലൂജികളുടെ ഇടപെടൽ, അല്ലെ, ബലൂച്ച് വിമോചന സേന ഇന്നൊരു കുഴിബോംബ് സ്ഫോടനം കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അങ്ങനെ അകത്ത് നിന്ന് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഭാരതത്തിൻ്റെ സൈനികമായിട്ടുള്ള ഇടപെടലും. അപ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചു നിൽക്കാൻ കുറേ കഷ്ടപ്പെടില്ലേ പാകിസ്ഥാൻ? തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ നിലവിലുള്ള ദുർബലമായ അവസ്ഥയെ നമുക്ക് രണ്ട് കാഴ്ചപ്പാടിൽ വിലയിരുത്താം. ഒന്ന്, പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണിപ്പോൾ സൂചിപ്പിച്ചത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് വളരെ സുസംഘടിതമായിട്ടുള്ള അവരുടെ സ്വദേശീയരായിട്ടുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതിനെതിരെ നടത്തുന്ന ഒരു പോരാട്ടമാണ്. അവരാണിന്ന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ 14ഓളം പട്ടാളക്കാരെ വെടിവെക്കുകയും അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില സ്ഫോടനങ്ങൾക്കൊക്കെ ഉത്തരവാദിയായിട്ടുള്ളത്. ഏതാനും 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ ഉൾപ്പെടെ അവരങ്ങ് തട്ടിക്കൊണ്ട് പോയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് ബലൂചിസ്ഥാനിൽ അങ്ങനെ ഉണ്ടാകാനുള്ള കാര്യം പാകിസ്ഥാനിലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എല്ലാ കാര്യങ്ങളും ഏകപക്ഷീയമായി
നിയന്ത്രിക്കുന്നത്, മേധാവിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് പഞ്ചാബ് പ്രൊവിൻസാണ്. ഈ പഞ്ചാബാണ് അവിടുത്തെ പ്രധാനമന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം വരുന്ന സ്ഥലം. അവരാണ് സാമ്പത്തികമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് ആർമിയുടെ ബേസ്. അപ്പോൾ ഇത് മറ്റ് പ്രവിശ്യകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പഞ്ചാബിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ചൈനയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ബലൂചിസ്ഥാനും സിന്ധുവൊക്കെ അപ്രീതി ഉള്ളതും ചൈനയുടെ ഉൾപ്പെടെയുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെയും ചൈന പാക് ഇക്കണോമിക് കൊറിഡോർ സാമ്പത്തിക ഇടനാഴിയെയും ഉൾപ്പെടെ അവർ അക്രമത്തിന് ഇരയാക്കുന്നതും ചൈനയോട് വലിയ വൈരാഗ്യത്തോട് പാകിസ്ഥാനിലെ തന്നെ ഒരു ജനവിഭാഗം പെരുമാറുന്നതും അതൊരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, പാകിസ്ഥാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിള്ളലുകൾ നമ്മൾ കാണുന്നതിനപ്പുറത്താണ്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തന്നെ അസീം മുനൂർ എന്ന് പറയുന്ന തീവ്രവാദിക്ക് അവിടെ രാഷ്ട്രീയമായും സൈനികമായും അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ടും ഷഹാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ അധികാരം ആർമിയുടെ ഇംഗിതത്തിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അവിടെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായിട്ടുള്ള ഇമ്രാൻഖാനെ ജയിലിൽ പാർപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാം, തനിക്ക് സൈനിക മേധാവായി തുടരാം, ഷഹബാസ് ഷെരീഫിന് അവിടെ പ്രധാനമന്ത്രിയായി തുടരാം, ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരത, സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത, രാജ്യത്തെ വിവിധ പ്രവിശ്യകൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അസ്ഥിരത, അതൊരു വശത്ത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ വളർത്തുമ്പോൾ തന്നെ പണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ വളർത്തിവിട്ട തീവ്രവാദികളിൽ പല വിഭാഗങ്ങളും അവിടെ വളരെ സുശക്തമാണ്. അവർക്ക് തലിബാനുമായി പാകിസ്ഥാന് നല്ല ബന്ധമുണ്ടാകും, അതുകൊണ്ട് തലിബാനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന തലിബാൻ തന്നെ ഇന്ന് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഖൈബർ പഖ്തൂൺ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ യുദ്ധസജ്ജമായി നിൽക്കുകയും അവർ തമ്മിൽ നല്ല രീതിയിലുള്ള സംഘർഷങ്ങളാണ് മിക്കവാറും നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന സംഘർഷം മറ്റൊരു വത്ത്. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യയുടെ ഈ നയം പഴയ പോലെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമായിരിക്കുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. കാരണം ഇവിടെ ഇനി ഏത് രീതിയിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ആർമിയുടെ പ്രതികരണം അവിടെ ഉണ്ടാകും. അത് കേവലം പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലല്ല, പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയിൽ എവിടെയാണെങ്കിലും, പഞ്ചാബിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും അവിടെ അത് എത്തിപ്പെടും എന്നുള്ള വലിയൊരു സന്ദേശം നൽകുന്നതിൽ നിന്നാണ് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായി മാറ്റത്തിന് തയ്യാറാകുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ മാറില്ല. പക്ഷേ ഈ ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ്റെ നയം മാറ്റത്തിലെ ഒരു നിർണായക ചുവടുവെപ്പായി വരാം. പാകിസ്ഥാൻ സ്വമേധയെ നന്നാവില്ല, പക്ഷേ വലിയ സമ്മർദ്ദത്തിൽ, ഇന്ത്യൻ ആർമിയുടെ സമ്മർദ്ദത്തിൽ, അതായത് നമ്മൾ ഈ പ്രാവശ്യത്തെ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിവിന് വേണ്ടിയിട്ട് കാത്തു നിന്നില്ല. പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അപ്പോൾ തെളിവും കൊണ്ടുവന്നിട്ടല്ല ആക്രമിക്കുന്നത്. അങ്ങനെ ഒന്നുണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്രമം, അത് നമ്മുടെ ബന്ധത്തിലെ ഒരു മാറ്റമാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ സമീപനത്തിലെ അതായത് ആഭ്യന്തരവും ബാഹ്യവുമായ മാറ്റങ്ങൾ ചേർന്നാണ് പാകിസ്ഥാനിൽ അവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും എന്തെങ്കിലും മാറ്റത്തിന് ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുക. അല്ലെങ്കിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് നന്നാവാൻ താല്പര്യമില്ലാത്തവരാണ്. ഇനി ആരെങ്കിലും അടിച്ചു നന്നാക്കിയാൽ മാത്രമേ നന്നാവുകയുള്ളൂ. അതിനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആ അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, മതഭീകരവാദികളുടെ മടകൾ തകർത്തപ്പോൾ പാകിസ്ഥാന് പൊള്ളിയത് എന്തിനാണ്? മതതീവ്രവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതിൽ പരം ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ആഗോള ഭീകരവാദത്തിന് മതകവചം തീർത്തവരെ ഒറ്റപ്പെടുത്താൻ ഓപ്പറേഷൻ സിന്ദൂരിന് സാധിക്കട്ടെ. യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ലെന്ന് വാദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ലോകസമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ ഏതെങ്കിലും ഒരു രാജ്യം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിറകരിയാൻ യുദ്ധം അനിവാര്യമാണ്. സുദർശന ചക്രം അധർമ്മികൾക്ക് നേരെ പ്രയോഗിക്കാനുള്ളതാണ്. അവരുടെ തലയെറുക്കാൻ അതിനിയും കറങ്ങിക്കൊണ്ടേയിരിക്കും. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.